നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ മറ്റൊരു മനുഷ്യനെ ഇമോഷൻ സെൻസീവ് ആണ്, എസ്പെഷ്യലി വിമൻ. ചിന്തകളെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഹ്യൂമൻ സ്പീഷീസിന് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, ഗുഡ് ഫീൽ ചെയ്യുന്നു, ബാഡ് ഫീൽ ചെയ്യുന്നു, ത്രില്ല് ഫീൽ ചെയ്യുന്നു, ഇത് നിങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഇതൊരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. ബ്രെയിനും ബിസിനസ്സും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ബ്രെയിൻ ബിസിനസ്സിൽ എങ്ങനെ അപ്ലൈ ചെയ്യും, ബിസിനസ് ബ്രെയിൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യും? ന്യൂറോളജിയെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും ഷെയർ ചെയ്തിട്ടില്ലാത്ത കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നിങ്ങളുടെ ബിസിനസ്സിന് നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ബ്രെയിൻ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് എൻ്റെ കുറെ യുണീക്ക് ആയിട്ടുള്ള തോട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഇതിനകത്ത് നമ്മളുടെ തന്നെ ഉള്ള പെന്റഗൺ മോഡൽ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ബ്രെയിൻ നിങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്ന കൺഫ്യൂഷൻസ്, ആ കൺഫ്യൂഷൻസ് എങ്ങനെ ഓവർകം ചെയ്യാം എന്നതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നുണ്ടാവും. അത് മാത്രമല്ല, അതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ അലൈൻമെന്റിലെത്തി, നിങ്ങൾക്ക് ഒരു ഡയറക്ഷനിലെത്തി എങ്ങനെ നിങ്ങൾക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യാം എന്ന് കാണിക്കുന്നുണ്ടാവും. ആ അലൈൻമെന്റിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പ്രോഗ്രസ്സിലേക്ക് എങ്ങനെ എത്തിക്കാം, ഈ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ എൻ്റെ ബിസിനസ്സുകൾ തന്നെ 25 crore വരെ വാല്യുവേഷനിലേക്ക് എത്തിക്കാനായിട്ട് മൾട്ടിപ്പിൾ കമ്പനികളിൽ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. എൻ്റെ ക്ലയൻറ്റുകൾ അതിനേക്കാളും മൾട്ടിപ്പിൾ ടൈംസ് 1000-1500 കോടി രൂപയിൽ മുകളിൽ വാല്യുവേഷനിലേക്ക് എത്താനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. കളക്റ്റീവ്ലി എൻ്റെ വർക്കിലൂടെ ഈ ഒരു പോയിന്റിൽ മൾട്ടിപ്പിൾ $1 ബില്യൺ എൻ്റെ ക്ലയൻസ് ആസ് എ കളക്റ്റീവ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ഐഡിയകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഫ്രെയിം നമുക്ക് സെറ്റ് ചെയ്യാം. എന്താണ് ബേസിക്കലി ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത്? അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ആൾക്കാർ പറയുന്ന ഈ പോർഷൻ, അതായത് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ഈ തല ഇരിക്കുന്ന ഈ സ്ഥലം, ഇതിനെ മാത്രമാണ് ആൾക്കാരെ ബ്രെയിൻ എന്ന് ടിപ്പിക്കലി വിശേഷിപ്പിക്കുന്നത്, അല്ലെ? സാധാരണഗതിയിൽ ആ തലയ്ക്കകത്ത് തലച്ചോറ്. അപ്പൊ നിങ്ങൾ ആദ്യം ഫണ്ടമെന്റലി പുറത്തേക്ക് ചാടേണ്ട ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾ പുറത്തു ചാടണം. നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ആണ്. ഓക്കെ, നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ഒരു ബോഡി ഒരു ബ്രെയിൻ ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ബോഡി ഈ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. എൻറ്റയർ ആയിട്ടുള്ള ബോഡിയിൽ നിങ്ങൾക്ക് ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ ഡയറക്റ്റ്ലി ഉള്ള സ്ഥിതിക്ക് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ബ്രെയിൻ, കാരണം നിങ്ങൾ ഈ വിരലിൽ ജസ്റ്റ് ഒരാൾ പോക്ക് ചെയ്താൽ നിങ്ങളുടെ ബ്രെയിൻ അപ്പം അറിയാൻ പറ്റുവാണ്. അപ്പൊ എൻറ്റയർ ആയിട്ടുള്ള ഒരു ബോഡി ബ്രെയിൻ ആണ് എന്ന് പറഞ്ഞ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിന് ഇതും സയന്റിഫിക് ആയിട്ടുള്ള ന്യൂറോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളുടെ ബ്രെയിന് ഇൻഡിവിജ്വൽ അല്ല, കളക്റ്റീവ് ആണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ ട്രഡീഷണലി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിന് നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരാളുടെ ബ്രെയിന് അവരുടെ ബ്രെയിന്. അപ്പൊ റിയാലിറ്റിയിൽ അങ്ങനെയല്ല. റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിനും മറ്റൊരാളുടെ ബ്രെയിനും തമ്മിൽ കണക്റ്റഡ് ആണ്. ഈ ഫണ്ടമെന്റൽ ഐഡിയ ഉണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഒന്നാമത്തെ കാര്യം നിങ്ങൾക്കൊരു ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിന് നിങ്ങളുടെ സ്വന്തമല്ല, വേറൊരാളുടെ കൂടെ ചേർന്നാണ്. അതെങ്ങനെയാകുന്നത്? അതെങ്ങനെയാണെന്ന് ഞാൻ സയന്റിഫിക്കലി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രെയിനുകളും ആ ബ്രെയിനുകൾ എങ്ങനെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, എങ്ങനെ നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു, ആ ലെവലിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേഷൻ കൊണ്ടുപോകാം. അപ്പോൾ ഇത് ഭയങ്കര ആദ്യമായിട്ട് നിങ്ങൾ നോക്കുന്നത് എൻ്റെ ബ്രെയിൻ അല്ലേ? അതായത് നിങ്ങളുടെ ടൈനി ആയിട്ടുള്ള, അല്ലെ, മീഡിയം സൈസുള്ള നിങ്ങളുടെ ബ്രെയിന് മറ്റൊരാളുടെ ബ്രെയിൻ, ഇപ്പൊ തൽക്കാലം ഞാൻ ബ്രെയിനിനെ ഇവിടെ വരച്ചു വെക്കുവാണ്, ഈ ബ്രെയിൻ തമ്മിൽ കണക്റ്റഡ് ആണ്. അതായത് എന്ന് വെച്ചാൽ, നിങ്ങളുടെ കൈയും മൂവ്മെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബ്രെയിൻ സെല്ലുകളുണ്ട്. ഈ ബ്രെയിൻ സെല്ലുകൾക്ക് മോട്ടോർ ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. മോട്ടോർ എന്ന് പറഞ്ഞാൽ മോട്ടോർ സൈക്കിൾ ഇല്ലേ? മോട്ടോർ സൈക്കിൾ എന്താണ്? മോട്ടോർ ഉപയോഗിച്ച് മൂവ്മെന്റ് ഉണ്ടാക്കുന്ന സൈക്കിളുകളാണ് മോട്ടോർ സൈക്കിൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിൽ ഇത് അതർ പേഴ്സൺ, ഇത് അതർ പേഴ്സൺ, നിങ്ങളുടെ ബ്രെയിനും അവരുടെ ബ്രെയിനും തമ്മിൽ ഈ മോട്ടോർ ന്യൂറോൺസ് ഉപയോഗിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ബ്രെയിനിന് മാത്രമുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നിങ്ങൾ സാധാരണഗതിയിൽ ഒരു എഞ്ചിൻ ഉണ്ടാക്കുവാണെങ്കിൽ ആ എഞ്ചിന്റെ പിസ്റ്റൺ ഒരു പർപ്പസാണ്, അല്ലെ? ഒരു പർപ്പസാണ്. എന്താണ് അത് ചെയ്യുന്ന കാര്യം? അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. നമ്മളുടെ ന്യൂറോളജിക്കലായിട്ടുള്ള ഡിസൈൻ്റെ ഏറ്റവും വലിയൊരു ബ്യൂട്ടി എന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിനിന്റെ ഒരേ സെല്ല് തന്നെ
ബ്രെയിനിലുള്ള സെല്ലുകൾക്ക് പറയുന്ന പേരാണ് ന്യൂറോൺസ്. ന്യൂറോൺസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ന്യൂറോൺസ് തന്നെ, ഒരു ന്യൂറോൺ തന്നെ ഒന്നിൽ കൂടുതൽ പർപ്പസ് ഉണ്ടാവും ചിലപ്പോൾ. ഇത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടൊരു സാധനമാണ്. അതായത് ഒരു സാധനത്തിന് തന്നെ രണ്ട് സ്വഭാവമാണ്. ഓക്കെ, അതാണ് ബ്രെയിനിന്റെ ഡിസൈനിലുള്ള ഏറ്റവും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഈ ഒരു കാര്യത്തിന് തന്നെ രണ്ട് സ്വഭാവമുള്ള നമ്മുടെ മോട്ടോർ ന്യൂറോൺസ്, ആ ന്യൂറോൺസ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന പടമൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇങ്ങനെ ഈ മോട്ടോർ ന്യൂറോൺസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കും. രണ്ടാമത് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇമോഷൻ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഭയങ്കര സ്ട്രേഞ്ച് ആണ് അല്ലേ? ഒരു സാധനം തന്നെ നമ്മളെ സംബന്ധിച്ചോളം നമ്മള് വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഓഫീസിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന കാറ് തന്നെ നമ്മുടെ ഇമോഷൻ അസസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക. അത് ഭയങ്കര സ്ട്രേഞ്ച് ആണ്. അങ്ങനെയാണ് മൾട്ടിപ്പിൾ പർപ്പസ് ഉള്ള ഒരു സെല്ലിന്റെ പ്രത്യേകത. അത് ഒരു ന്യൂറോളജിക്കൽ ഡിസൈനിൽ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിനോമിനയാണ്. അപ്പൊ ഇത് വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബ്രെയിന് മോട്ടോർ ന്യൂറോണ് വെച്ചിട്ട് ആ മോട്ടോർ ന്യൂറോണ് മറ്റൊരു പർപ്പസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഒരു ഫാസിനേറ്റിംഗ് ആയിട്ട് സ്റ്റോറിയാണ്. അതായത് ഒരു സയന്റിസ്റ്റ് ഈ പറഞ്ഞ ഇലക്ട്രോഡുകൾ എന്ന് പറഞ്ഞ സാധനമൊക്കെ വെച്ച്, നമ്മൾ എവിടെയെങ്കിലും ഫിസിക്സിലോ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോഡ് സാധനം വെച്ച് ഒരു മങ്കിയിൽ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ ഈ മങ്കിയിൽ എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ആള് കുറച്ച് കഴിയുമ്പോൾ ബ്രേക്ക് എടുക്കാനായിട്ട് പുള്ളി ഒരു ഐസ്ക്രീം പോയി തിന്നാനായിട്ട് പോയി. അപ്പോൾ പുള്ളി ഒരു ഐസ്ക്രീം തിന്നിട്ട് തിരിച്ചു വന്നിട്ട് പുള്ളി ഐസ്ക്രീം കോണും പിടിച്ചിട്ട് ഈ കുരങ്ങിന്റെ അടുത്ത് നിൽക്കുവാണ്. അപ്പൊ ഇതാണ് പുള്ളിക്കാരന് ഈ കുരങ്ങിന്റെ അടുത്ത് ഈ പുള്ളിക്കാരൻ വന്ന് നിൽക്കുന്ന സമയത്ത് എന്ത് സംഭവിച്ചാല് ഈ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കണ്ടിട്ട് മങ്കിയുടെ മോട്ടോർ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആയി. അതായത് മങ്കി ഇങ്ങനെ അടങ്ങാതിരിക്കുവാണ്. ഓക്കെ, പക്ഷെ സയന്റിസ്റ്റ് ആണ് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഐസ്ക്രീം ഞാൻ എടുത്തോണ്ട് വരട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, ഈ മങ്കി ഐസ്ക്രീം കഴിക്കുന്നില്ല, എക്സ്പെരിമെന്റർ ഐസ്ക്രീം കഴിക്കുവാണ്. അപ്പൊ അയാൾ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് മങ്കിയുടെ മോട്ടോർ ന്യൂറോൺസ് ആക്ടിവേറ്റഡ് ആയി. ഒരു സെൻസ് മേക്ക് ചെയ്യാത്ത കാര്യമാണ്. കാരണം മങ്കിയുടെ കൈയും കാലും ഒന്നും അനങ്ങുന്നില്ല, മങ്കി അവിടെ സ്റ്റക്കായിട്ടിരിക്കുവാണ്. ഇരിക്കാതെ എന്തുകൊണ്ട് ആക്ടിവേറ്റഡ് ആയി? അതിന്റെ കാരണം മങ്കിയുടെ ബ്രെയിന് ഈ സയന്റിസ്റ്റിന്റെ മിറർ ന്യൂറോണിനെ മിമിക് ചെയ്ത് അത് ആക്ടിവേറ്റഡ് ആയി. എന്ന് പറഞ്ഞാൽ ഈ സയന്റിസ്റ്റിന്റെ ഹാൻഡ് ജസ്റ്റേഴ്സ് മങ്കി ഭാവനയിൽ കാണുവാണ്. ക്ലിയർ ആണോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, നിങ്ങളുടെ ഇപ്പൊ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ്, ഇമോഷണൽ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ഗുഡ് ഫീൽ ചെയ്യുന്നു, ബാഡ് ഫീൽ ചെയ്യുന്നു, ഹൊറിബിൾ ഫീൽ ചെയ്യുന്നു, ഡിപ്രസ് ഫീൽ ചെയ്യുന്നു, ആൻസൈറ്റി ഫീൽ ചെയ്യുന്നു, എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യുന്നു, ത്രില്ല് ഫീൽ ചെയ്യുന്നു, ഇത് നിങ്ങളുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല, ഇതൊരു കളക്റ്റീവ് എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങളുടെ മിറർ ന്യൂറോൺസ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുവാണ്. അപ്പൊ ഈ മിറർ ന്യൂറോൺസ് ഒരു ബ്രെയിനിൽ നിന്ന് വേറൊരു ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ബിസിനസ്സിലേക്ക് ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ഇതൊരു ബ്രെയിനാണ്, ഇത് വേറൊരു ബ്രെയിനാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഇതിന് വളരെ ക്ലാസിക് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ചോദ്യമായിരിക്കും ഒരു പക്ഷേ. ചെറുപ്പത്തിൽ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഒരാള് മുഖം ഇങ്ങോട്ട് തിരിച്ചിരിക്കുവാണ്, ഒരാളുടെ ബ്രെയിൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവാണ്, വേറൊരാളുടെ ബ്രെയിൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുവാണ്. എന്നിട്ട് ഈ ആള് വായിക്കോട്ടെ വിടുവാണ്. ഓക്കെ, ഇയാൾ യോൺ ചെയ്യുവാണ്. മറ്റേ ആൾ അവിടെ ഇരുന്നിട്ട് യോൺ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? യോൺ ചെയ്യാന്ന് പറഞ്ഞാൽ വായിക്കോട്ട് വിടുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇത് മിറർ ന്യൂറോൺസിന്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പൊ ടയേർഡ് ആണെന്ന് നമ്മളൊരു ഗുഹയിലാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ ആ ഗുഹയിലുള്ളവർക്ക് നമ്മൾ മറ്റു ഗുഹയിലുള്ള ആൾക്കാർക്ക് കൺവേ ചെയ്ത് കൊടുക്കുവാണ്. എന്താണ് കൺവേ ചെയ്ത് കൊടുക്കുന്നത്? ഓ, നമുക്ക് ഉറങ്ങാനുള്ള സമയമായി എന്ന് ഒരു ബ്രെയിൻ മറ്റൊരു ബ്രെയിനോട് കൺവേ ചെയ്യുന്ന പരിപാടിയാണ് മിറർ ന്യൂറോൺസ് ഉപയോഗിച്ചിട്ട്. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു ടീം ഓഫ് ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുണ്ട്, നിങ്ങളുടെ ബ്രെയിനുണ്ട്, നിങ്ങളുടെ സ്റ്റാഫിന്റെ ബ്രെയിനുണ്ട്, നിങ്ങളുടെ ഫൈനാൻസ് മാനേജറിന്റെ ബ്രെയിനുണ്ട്, നിങ്ങളുടെ സെയിൽസ് പേഴ്സന്റെ ബ്രെയിനുണ്ട്, നിങ്ങളുടെ HR മാനേജറിന്റെ ബ്രെയിനുണ്ട്. ഈ ബ്രെയിനുകളെല്ലാം കണക്റ്റഡ് ആണ് ഈ മിറർ ന്യൂറോൺ കോൺസെപ്റ്റ് ഉപയോഗിച്ച്. ഇതെങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നത് ഞാൻ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് കോൺവെർസേഷനിലേക്ക് ഇറങ്ങാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യം നിങ്ങൾ വിചാരിക്കുന്നു നിങ്ങൾക്കാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്കുള്ള തലച്ചോറ് നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ തലച്ചോറ് ആണ് ഫോർ ദ മോസ്റ്റ് പാർട്ട്. പക്ഷെ നമ്മൾക്ക് എംബോഡീഡ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട്, അതായത് ബോഡിക്കുള്ളിലുള്ള ബ്രെയിൻ ഉണ്ട്, ഓക്കെ, കളക്റ്റീവ് ബ്രെയിൻ ഉണ്ട്. അപ്പൊ ഈ കളക്റ്റീവ് ബ്രെയിനും എംബോഡീഡ് ആയിട്ടുള്ള ബ്രെയിനും
രണ്ട് കോൺസെപ്റ്റുകളാണ്. അതായത് എനിക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു ബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾക്ക് കളക്റ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ ഉണ്ട്. ഇത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരും ടീം ബിൽഡിങ്ങിൽ, സെയിൽസിൽ, നിങ്ങളുടെ ടീമിനെ ലീഡ് ചെയ്യുന്നതിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു കൾച്ചർ ഉണ്ടാക്കുന്നതിന്, ഒരു ട്രഡീഷൻ ഉണ്ടാക്കുന്നതിന്, ഇതെല്ലാം എങ്ങനെ കണക്റ്റഡ് ആണെന്ന് നിങ്ങൾക്ക് സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലായി വരും. അപ്പോൾ ഈ ഒരു ബേസ് കോൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുറേ പടങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് ട്രഡീഷണൽ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഒരു നമുക്ക് ഈ പറഞ്ഞ തലയിലൊരു ബ്രെയിനേ ഉള്ളൂ. അപ്പം ഞാൻ അതിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ഫ്രെയിം തന്നു. ആ ഫ്രെയിം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ എൻറ്റയർ ആയിട്ടുള്ള ബോഡി ഒരു ബ്രെയിൻ ആണ്. പക്ഷേ ഈ എൻറ്റയർ ആയിട്ടുള്ള ബ്രെയിന് ബോഡിയിൽ ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് ഉള്ള സ്ഥലമാണ് നമ്മൾ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് ജനറലി. അപ്പൊ എന്താണ്, ഇവിടെ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട് നമ്മളുടെ ഈ തലക്കകത്ത്. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് ന്യൂറോൺസ് എവിടെയുണ്ടോ അതിനെയാണ് നമ്മൾ ബ്രെയിൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ന്യൂറോൺസ് എവിടെയുണ്ടോ അതിനെയാണ് നമ്മൾ ഹെഡ് ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഇത് കൂടാതെ തന്നെ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്രോക്സിമേറ്റ്ലി 100,000 ന്യൂറോൺസ്, അതോ മുകളിലുള്ള ന്യൂറോൺസ് നമ്മുടെ ഹാർട്ടിന്റെ ഫ്രണ്ടിലുണ്ട്. ഇവിടെ വേറെ ന്യൂറോൺസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാനിത് പറയുമ്പോൾ ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഇത് ചുമ്മാ ഒരു മെറ്റഫറായിട്ട് പറയുന്നതാണോ? തീർച്ചയായിട്ടും അല്ല. ഇത് നമ്മളുടെ ക്രിയേഷനാണ്. സ്റ്റാൻഫോർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡീനെ ബേസ് ചെയ്തിട്ട്, സ്റ്റാൻഫോർഡ് സ്റ്റഡിയിൽ 5, അതായത് നമ്മുടെ ഹാർട്ടിന്റെ ഫ്രണ്ടിൽ ഒരു ബ്രെയിൻ ഉണ്ട്, വയറിന്റെ ഫ്രണ്ടിൽ ഒരു ബ്രെയിൻ ഉണ്ട്. ഈ ബ്രെയിനിന് ബേസിക്കലി അപ്രോക്സിമേറ്റ്ലി 100 മില്യൺ ന്യൂറോൺസ് ഉണ്ട്. ഇത് ഹാർട്ടിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ബ്രെയിനാണ് ഇത്. 100 മില്യൺ ന്യൂറോൺസ് ഉണ്ട്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മുടെ ഈ മുകളിലുള്ള ബ്രെയിനിനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് സിഗ്നിഫിക്കൻ്റ്ലി സ്മോളർ ആയിട്ടുള്ള ബ്രെയിനാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളുടെ തലച്ചോറിലുള്ള ബ്രെയിന്, അതായത് തലയ്ക്കുള്ളിലുള്ള തലച്ചോറാകുന്ന ബ്രെയിന്, അതിന് 1000 സൈസ് ഉണ്ടെങ്കിൽ, 1000 ആണെങ്കിൽ നമ്മുടെ വയറുള്ള ബ്രെയിന് 1 ഉള്ളൂ. അത്രയ്ക്ക് ചെറുതാണ് വയറുള്ള ബ്രെയിന്. പക്ഷേ ഇങ്ങനെയല്ല പവർ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇത് എൻ്റെ ഒരു ബിലീഫുമാണ്. ഞാൻ ഒരുപാട് ന്യൂറോളജിയിലേക്ക് ഡീപ്പറായിട്ട് എൻ്റെതായിട്ടുള്ള ഹമ്പിൾ വേയിൽ ഇറങ്ങിയതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയേക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ഈ എവല്യൂഷനിൽ ന്യൂറോളജിയെ കുറിച്ച് ആൾക്കാർ പറയുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നിങ്ങളുടെ ബ്രെയിൻ ആണെന്ന് വിചാരിക്കുവാണെങ്കിൽ, നിങ്ങളുടെ ബ്രെയിന് ഇവിടുന്ന് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് വന്നു എന്നാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, നിങ്ങളുടെ തല ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, തലയൊക്കെ എത്ര ഭംഗിയാവുമെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഇത് മൂക്കാണ്. ഓക്കെ, ഇത് നിങ്ങളുടെ ബ്രെയിൻ ആണെങ്കിൽ, ഓക്കെ, അപ്പൊ ഇവിടുന്ന് നിങ്ങളുടെ തല ഇതാണ്, നിങ്ങളുടെ ബ്രെയിൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ, ഇത് നിങ്ങളുടെ ഫ്രണ്ടാണ് എന്നുണ്ടെങ്കിൽ, ഇത് നിങ്ങളുടെ ബാക്ക് ആണെന്നുണ്ടെങ്കിൽ, ഇവിടുന്ന് ബ്രെയിൻ ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നാണ്. അപ്പൊ ഞാൻ ന്യൂറോളജിയിലേക്ക് പ്രപ്പോസ് ചെയ്യുന്ന ഒരു ഐഡിയ എന്നാന്ന് വെച്ചാൽ, ഒരു ഹ്യൂമന്റെ തല ഇങ്ങനെ ഇരിക്കുന്നു. ഇങ്ങനെ ഇരിക്കുന്ന തലേന്ന് ആദ്യം ബ്രെയിൻ ഉണ്ടായത് വയറിലാണ് എന്നാണ് എൻ്റെ പ്രപ്പോസൽ. അവിടുന്ന് ഹാർട്ടിലേക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട്, പിന്നെ അവിടുന്ന് താഴെയുള്ള ബ്രെയിൻ ഉണ്ടായി. ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ബ്രെയിൻ സ്റ്റെം ഉണ്ടായി. പിന്നെ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞേക്കുന്ന ആ വാക്കുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല, ജസ്റ്റ് എന്ത് പേരിട്ടാൽ മതി. ഈ പറഞ്ഞ രീതിയിൽ ലിംബിക് സിസ്റ്റം എന്ന് പറഞ്ഞ ബ്രെയിൻ ഉണ്ടായി. പിന്നെ നിയോ കോർട്ടെക്സ് ഉണ്ടായി. പിന്നെ ഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ടായി. അവിടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായി. ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി, വയറിൽ നിന്നാണ് നിങ്ങളുടെ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വന്നേ എന്ന് ഞാൻ ഹൈപ്പോത്തൈസ് ചെയ്യുവാണ്. അതായതെന്ന് വെച്ചാൽ, നിങ്ങളുടെ ബ്രെയിന് ഉണ്ടായി വന്നു. അപ്പൊ ഇതിനെന്ത് പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ വയറിൽ ഉള്ള ബ്രെയിൻ സിഗ്നിഫിക്കൻ്റ്ലി പവർഫുൾ ആണ്. അപ്പൊ നിങ്ങളുടെ വയറുള്ള ബ്രെയിന് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ പവർഫുൾ ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ വയറിൽ ഒരു ബ്രെയിൻ ഉണ്ട്, ഒരു ടൈനി ബ്രെയിൻ ഉണ്ട്. നമ്മുടെ തലയിലുള്ള ബ്രെയിനിന്റെ 1000-1 ഉള്ളൂ. 1000-1 ഉള്ളെങ്കിലും അത് ഭയങ്കര പവർഫുൾ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ വയറുള്ള ബ്രെയിന് കമാൻഡിങ് ബ്രെയിൻ ആണ്. ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് വളരെ കുറച്ച് സ്റ്റഡികളും വളരെ കുറച്ചായിട്ടുള്ള റിസർച്ച്, വളരെ കുറച്ച് മാത്രമേ പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളൂ. വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ന്യൂറോളജിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല, പക്ഷെ ഒരുപാട് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വയറുള്ള ബ്രെയിൻ പറയും നിങ്ങളുടെ തലച്ചോറ് എന്ത് ഡിസൈഡ് ചെയ്യണമെന്ന്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് പോവാം. അതായത് ജെഫ് ബെസോസ് ആമസോണിൽ എടുത്ത ഡിസിഷൻസ് എല്ലാം, ജെഫ് ബെസോസ് എന്ന് പറഞ്ഞാൽ ആമസോണിന്റെ സിഇഒ ആയിരുന്ന ആള്, പുള്ളി ആമസോണിൽ എടുത്ത ഡിസിഷൻസ്, എല്ലാ മേജർ ഡിസിഷൻസും പുള്ളി ഗട്ട് ഫീലിംഗിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്, വയറിൽ നിന്നാണ് പുള്ളി എടുത്തിട്ടുള്ളത്. അപ്പം അതെന്തുകൊണ്ടാണ് ഗട്ട് ഫീലിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഗട്ട് എന്ന് പറഞ്ഞാൽ വയറെന്നാണ് അർത്ഥം അല്ലെ. ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഗട്ടിലുള്ള ഫീലിംഗ് ആണ്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വിമന്, സ്ത്രീകളായിട്ടുള്ള നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ, അല്ലെങ്കിൽ നിങ്ങളൊരു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. ഈ ആളുമായിട്ട് നമുക്ക് ഇടപെടാൻ കൂട്ടില്ല, ഇയാളെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇയാളെ നമ്മൾ പേടിക്കണം, നമ്മൾ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെ, നമ്മളുടെ വില്ലിന് അഗൈൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്, ആളെ സൂക്ഷിക്കണം എന്ന ഫീലിംഗ് വിമന് കൂടുതലാണ്. ഈ വിമൻ കുറച്ചുകൂടി കൂടുതലാണ്. മെനിന് അത്ര ഉണ്ടാകില്ല ഗട്ട് ഫീലിംഗ് എന്നാന്ന് എനിക്കറിയത്തില്ലെന്ന് പറയും. പക്ഷെ ചില മെനിന് ഇതുപോലെ ഹൈ ലെവൽ ഗട്ട് ഫീലിംഗ് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള ഗട്ട് ഫീലിംഗ് കൂടുതലുള്ള കുറവുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹ്യൂമൻസ് ഉണ്ട്. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ട് ടോപ്പിക്ക് മറ്റൊരു അവസരം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഓക്കെ, അപ്പൊ ഈ ഗട്ട് ഫീലിംഗ് എവിടെ നിന്നാണ് വരുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ഗട്ട് ബ്രെയിനിൽ നിന്നാണ് ഈ ഗട്ട് ഫീലിംഗ് വരുന്നത്. അപ്പൊ എന്റെ എഗെയിൻ ഡിസ്കവേർഡ് അല്ലാത്ത ഒരു പ്രപ്പോസൽ എന്താണെന്ന് വെച്ചാൽ, ഈ ഗട്ട് ബ്രെയിനിലും നമുക്ക് മിറർ ന്യൂറോൺസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മോട്ടോർ ന്യൂറോൺസ് ഉണ്ട് എന്നാണ് ഞാൻ പ്രപ്പോസ് ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നതാണ്. എഗെയിൻ, നിങ്ങൾ ന്യൂറോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ന്യൂറോ സയന്റിസ്റ്റുകൾ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാം. ഞാൻ എൻ്റെ കോൺസെപ്റ്റിൽ, ഇതുവരെയുള്ള എൻ്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണെങ്കിലും മോസ്റ്റ് ലൈക്ലി നമ്മുടെ വയറിൽ മിറർ ന്യൂറോൺസ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾ മറ്റൊരു മനുഷ്യനെ ഇമോഷൻ സെൻസീവ് ആണ്, എസ്പെഷ്യലി വിമൻ. അപ്പൊ അവരുടെ ഇമോഷൻ അവരുടെ ഗട്ട് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ സെൻസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് ഉണ്ടാകുന്നത്. അപ്പൊ നിങ്ങളുടെ ബോഡിയിൽ സാധാരണഗതിയിൽ നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ബോഡിയിൽ ഒരു ഫീല് കിട്ടുവാണ്. എന്താണ്? അവരുടെ കൺഫ്യൂഷന് അല്ല അവരുടെ ഇന്റൻഷൻ നിങ്ങളുടെ ബ്രെയിനിൽ ഫീൽ ചെയ്യുവാണ്, നിങ്ങളുടെ ഗട്ട് ബ്രെയിനിൽ ഫീൽ ചെയ്യുവാണ്. ഫാസിനേറ്റിംഗ് അല്ലേ? അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും, പുരുഷന്മാർക്ക് പറ്റും. ബൈ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ആ ഫീലിംഗ് എടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാവുന്ന സിറ്റുവേഷൻസ് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ഈ ഗട്ട് ഫീലിംഗ് നിങ്ങളെ സംബന്ധിച്ചുള്ള എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ ഗട്ട് ഫീലിംഗ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. പറഞ്ഞേ നിങ്ങൾ തന്നെ പറഞ്ഞേ, എവിടെയാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്? ഹയറിംഗ്. അപ്പൊ അൾട്ടിമേറ്റ്ലി നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും മനസ്സിലാക്കിയ ശേഷം അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ ഹയറിംഗ് ഡിസിഷൻ ഒരു ഗട്ട് ഫീൽ ഡിസിഷൻ ആകാം. നിങ്ങൾ എസ്പെഷ്യലി വിമൻ ആയിട്ടുള്ള ബിസിനസ്സുകാർ, നിങ്ങളെ സംബന്ധിച്ചോളം ഇന്ന ഒരാളെ ഹയർ ചെയ്തെന്ന് തോന്നുവാണെങ്കിൽ ദയവ് ചെയ്ത് അവരെ ഹയർ ചെയ്തത്. അപ്പൊ ഗട്ട് ഫീലിംഗ് ആണ്. ഇത് തന്നെ നിങ്ങളെ സംബന്ധിച്ചോളം ഒരു സിറ്റുവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നിങ്ങളെ സംബന്ധിച്ചോളം ഡിസിഷൻ മേക്കിങ്ങിന് നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ്, ഡിസിഷൻ മേക്കാനായിട്ട് നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ്, പാരന്റ്ലി ഡിസിഷൻ സ്പെല് ചെയ്യാൻ നമുക്ക് അറിയത്തില്ല, അപ്പൊ അത് സാരമില്ലല്ലോ അല്ലേ? ഓക്കെ അപ്പൊ ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഗട്ട് ഫീലിംഗ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു പാർട്ണർഷിപ്പിലേക്ക് പോകുവാണ്, ഒരാളായിട്ട് പാർട്ണർ ചെയ്യാൻ പോകുന്ന സമയത്ത് ആ പാർട്ണർഷിപ്പിൽ നിങ്ങൾക്ക് എങ്ങോട്ട് പോകാൻ പോകുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും ഈ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ. അപ്പൊ നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറയുവാണ്, നിങ്ങളുടെ ബോഡി മറ്റു രീതിയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളോട് പറയുവാണ് ഈ കാര്യത്തിന് പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നോട്ട് പോകരുത്. ഈ കാര്യം പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ നിങ്ങളുടെ വിമനെ ലിസൺ ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അമ്മ ചിലപ്പം എന്ത് കാര്യത്തിനും മുന്നോട്ട് പോയാലും പുറകോട്ട് വലിക്കുന്ന ആളാണ്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ല, നിങ്ങളുടെ ഭാര്യ എന്ത് കാര്യത്തിനും മുന്നോട്ട് പോയാലും പുറകോട്ട് വലിക്കുന്ന ആളാണ് എന്നിരിക്കട്ടെ, അതല്ല ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനറലി സ്പീക്കിംഗ്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വൈഫ് ഈ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ പോകുമ്പോൾ നിങ്ങൾ ഇന്ന സ്ഥലത്തോട്ട് പോകണ്ട എന്ന് പറ്റുവാണെങ്കിൽ അത് ലിസൺ ചെയ്യാൻ നോക്കുക. ജനറലി സ്പീക്കിംഗ് അതൊരു ഗുഡ് ഐഡിയ ആയിരിക്കും. കാരണം അത് അവരുടെ ഗട്ട് ഫീലിംഗ് ആണ്. ഞാൻ ഈ ജൂലിയസ് സീസർ പുറത്തോട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് വൈഫ് വിളിച്ച് പറയുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അതെ പോകണ്ട, നിങ്ങൾക്ക് എന്തോ അപകടം വരാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുവാണ്. ജൂലിയസ് സീസർ പറഞ്ഞ മറുപടി എന്നാന്ന് വെച്ചാൽ, cowards die 1,000 times, brave men die only one time അല്ലേ? എന്നിട്ട് പുള്ളിക്കാരൻ പോയി മരിക്കുവാണ്. ഓക്കെ,
ഇതേ സെയിം സിറ്റുവേഷൻ്റെ റിപ്പീറ്റ് സ്റ്റോറി നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇനി നിങ്ങൾ പോയി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് രാജീവ് ഗാന്ധി ഈ പറഞ്ഞ രീതിയിൽ തമിഴ്നാട്ടിൽ നമ്മുടെ ആ, കൊല്ലപ്പെട്ടു അല്ലേ? ആ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ആക്ച്വലി സോണിയാഗാന്ധിക്ക് ഈ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടായതാണ്, അങ്ങോട്ട് പോകണ്ട, എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന്. ഈ നമ്മളെ മാർക്ക് ആന്റണി അല്ലെങ്കിൽ ജൂലിയസ് സീസർ പറഞ്ഞ എക്സാക്ട് സെന്റൻസ് പറഞ്ഞിട്ട് പുള്ളിക്കാരന് പോയി മരിച്ചു. ഇതാണ് സംഭവിച്ചത്. അപ്പൊ ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള പുരുഷന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഫാസിനേറ്റിംഗില് വിമന് ഈ ഗഡ് ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ വളരെ ഹൈ ആണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ഗഡ് ബ്രെയിനുമായിട്ട് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അവർ പറയുന്നത് അവർക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിസ്മിസ് ചെയ്യാതെ അവർ പറയുന്നതിനകത്ത് ചിലപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള കാര്യം കാണും. ആ കാര്യം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് തന്നെ ഇല്ല. ചില സിറ്റുവേഷനിൽ ഇതുപോലെ എക്സെപ്ഷണൽ ആയിട്ടുള്ള അവർ പറയുന്ന ഇൻഡ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ലിസൺ ചെയ്യാൻ നോക്കുക. ഇതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ സീനിയർ ബോർഡിൽ സീനിയർ ആയിട്ടുള്ള ടീം മെമ്പേഴ്സിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് വൈസ് പ്രസിഡന്റുമാരുണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ഉണ്ട്, ഒരു വുമൻ എങ്കിലും അതിനകത്തുണ്ടാകണം. സാധാരണഗതിയിൽ ഇപ്പം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ലോകത്തിൽ കാണുന്ന ഒരു പ്രതിഭാസം എന്ന് വെച്ചാൽ ഒരുപാട് ഫോർച്യൂൺ 500 കമ്പനികളിൽ സിഇഒസ് വുമൻ ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ സീനിയർ പൊസിഷനിലേക്ക് വുമൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരിത് അറിഞ്ഞിട്ട് ചെയ്യുന്ന ആയിരിക്കില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഒരുപാട് അബദ്ധങ്ങൾ ഒഴിവാക്കാൻ പറ്റും നിങ്ങളെ സംബന്ധിച്ചോളം ഒരു വുമൻ നിങ്ങളുടെ സീനിയർ പൊസിഷനിലുണ്ടെങ്കിൽ. അപ്പൊ ഇപ്പൊ ഗഡ് ബ്രെയിൻ്റെ ഓരോ ആപ്ലിക്കേഷനാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഗഡ് ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ബ്രെയിന് ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗിക്കും, ബ്രെയിനും ബിസിനസ്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ കോൺവെർസേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി ഇവിടുന്ന് നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊന്ന് സൂമിൻ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ബ്രെയിനിലേക്ക് തന്നെ, ഹെഡിലേക്ക് തന്നെ പോവാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ, എന്താണ് ഈ പടത്തിന്റെ അർത്ഥം? അതായത് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു വര വരച്ചേക്കുന്നത്, ഇത് എന്താണ്? ഓരോന്നോരോന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം വെച്ചാൽ, പെന്റഗൺ മോഡൽ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആണ്. പെന്റഗൺ മോഡൽ ഓഫ് ദി ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങളുടെ തലച്ചോറ് നിങ്ങളുടെ എൻറ്റയർ ബോഡി ബ്രെയിൻ ആണെന്ന് പറഞ്ഞു. പക്ഷെ വളരെ ഡിഫൈൻഡ് ആയിട്ട് ബ്രെയിനിനെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനായിട്ട് 5 പാർട്ടായിട്ടാണ് നമ്മൾ ബ്രെയിനിനെ തിരിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ പാർട്ട്. ഈ പർപ്പിൾ ആയിട്ട് കാണുന്ന സ്ഥലമാണ് ഒന്നാമത്തെ പാർട്ട്. അപ്പൊ ഈ പാർട്ടിനകത്ത് ബേസിക്കലി ബ്രെയിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് നിയോ കോർട്ടെക്സും ഫ്രണ്ടൽ ഏരിയയും കൂടെ ചേർന്നിട്ട്, ഫ്രണ്ടൽ ഏരിയയിൽ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് കൂടെ ചേർന്നുള്ള ഭാഗത്തിനാണ് ഞാൻ അവിടെ ബ്രെയിൻ നമ്പർ 1 എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ബ്രെയിൻ പാർട്ടായി. രണ്ടാമത്തെ പാർട്ട് നിങ്ങളുടെ ലിംബിക് സിസ്റ്റമാണ്. അപ്പൊ ഈ ബ്രെയിനുകളും ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, ഓരോ ബ്രെയിനുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ബിസിനസ്സിൽ. രണ്ടാമത്തെ പാർട്ട് ഇതാണ്, ലിംബിക് സിസ്റ്റം എന്നാണ് പറയുന്നത്. ആ വാക്കിന് എഗെയിൻ പ്രാധാന്യം കുറവാണ്. പിന്നെ മൂന്നാമത്തെ ബ്രെയിൻ സ്റ്റെം ആണ് മൂന്നാമത്തെ പാർട്ട്. ഓക്കെ. അപ്പം ഇവിടെ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, ഈ പർപ്പിൾ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി വളരെ മാമൽസിനാണ് മോസ്റ്റ്ലി ആ പർപ്പിൾ ബ്രെയിൻ ഉള്ളൂ. പ്രസവിക്കുന്ന ജീവികൾക്കാണ് പർപ്പിൾ ബ്രെയിന് ആ ഒരു ലെവലിലുള്ളൂ. അതിൽ തന്നെ മങ്കികൾക്ക് എടുത്തു കഴിഞ്ഞാൽ മങ്കികൾക്ക് ഇവിടം തൊട്ട് പുറകോട്ടുള്ള ബ്രെയിന് പ്രിട്ടി മച്ചുള്ളൂ. ഈ ഫ്രണ്ടിലോട്ടുള്ള പാർട്ട് മങ്കികൾക്കില്ല. അപ്പം മനുഷ്യർക്ക് മാത്രമുള്ള പ്രത്യേകത ഉള്ള ബ്രെയിനാണ് ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ദ ബ്രെയിൻ. അവിടെ ഫ്രണ്ടൽ ലോബ് എന്നാണ് പറയുന്നത്. അതിന്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. അതെങ്ങനെയാണ് ബിസിനസ് ഉപയോഗിക്കുന്നത് ഞാൻ ഒരു സെക്കൻഡ് പറയാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ 1-2 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഏരിയകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ 5 ടൈപ്പ്. അപ്പൊ അതിന്റെ താഴെ കട്ട് ബ്രെയിൻ ഉണ്ട്, ഇതാണ്. അപ്പൊ ബേസിക്കലി നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രെയിനിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് എൻ്റെ ഇൻവെൻഷൻ അല്ല. പോൾ മക്ലെയിൻ എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിസ്റ്റ് ആണ് ഈ ഐഡിയനെ പോപ്പുലറൈസ് ചെയ്ത്. ഇത് ഒരുപാട് മാർക്കറ്റിംഗിൽ, സെയിൽസിൽ, അതുപോലെ മറ്റാൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ലെവലിൽ പോൾ മക്ലെയിൻ്റെ മോഡല് സിഗ്നിഫിക്കൻ്റ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. അവിടുന്ന് നമ്മളാണ് പെന്റഗൺ മോഡൽ ഓഫ് ബ്രെയിൻ എന്ന് പറഞ്ഞേക്കുന്നത്. ട്രൈയൂണിനെ മാറ്റി പെന്റഗൺ മോഡൽ 5 ബ്രെയിനുകളുടെ ഒരു കളക്ഷനാണ് നമ്മളുടെ ബ്രെയിൻ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ പീസുകളും എങ്ങനെ യൂസ് ചെയ്യാം എന്ന് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഏറ്റവും ഈ യെല്ലോ പോർഷനെ കുറിച്ച് പറയാൻ എനിക്ക് തോന്നുന്നത്, യെല്ലോ പോർഷനിലേക്ക് നമുക്കൊന്ന് കയറാം. അപ്പൊ യെല്ലോ പോർഷനിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യെല്ലോ പോർഷൻ ഓഫ് ദ ബ്രെയിൻ, അതിന് നമ്മൾ പറയുന്ന പേരാണ് ലിംബിക് സിസ്റ്റം എന്നാണ്. ലിംബിക് സിസ്റ്റം. ഈ ലിംബിക് സിസ്റ്റത്തിനകത്ത് പർട്ടിക്കുലർലി ഒരു ആൽമണ്ടിന്റെ സൈസുള്ള ഒരു പാർട്ടുണ്ട്. ആൽമണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബദാമിന്റെ സൈസുള്ള ഒരു പാർട്ടുണ്ട്. ഈ ബദാമിന്റെ സൈസുള്ള പാർട്ട് ഈ ബ്രെയിനെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ
ഈ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരുന്നതെന്ന് വിചാരിക്കുക. ഇത് ഇടത്തെ സൈഡിലും വലത്തെ സൈഡിലും ഉണ്ട്. അപ്പൊ ഇടത്തെ സൈഡിൽ ഒരു ബദാമുണ്ട്, വലത്തെ സൈഡിൽ ഒരു ബദാമുണ്ട്. ഈ രണ്ട് ബദാം കൂടെ ചേരുമ്പോഴാണ് അമിഗ്ഡല എന്നാണ് നമ്മൾ പറയുന്നത്. അമിഗ്ഡല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അമിഗ്ഡലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് ഫിയറിനോട് റെസ്പോണ്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിൻ്റെ പാർട്ടാണ് അമിഗ്ഡല. ഫോർ എക്സാമ്പിൾ എന്ന് വെച്ചാൽ നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ഒരു ചുള്ളിക്കമ്പ് പോലെ ഒരു സാധനം കണ്ടു. അപ്പൊ നമ്മുടെ ബ്രെയിൻ പെട്ടെന്ന് ആക്ടിവേറ്റ്, പാമ്പാണോ? ഇപ്പം നമുക്ക് നോക്കുമ്പോൾ പാമ്പാണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യുവാണ്. അപ്പൊ നമ്മൾ സ്നേക്ക് ആണെന്ന് റിയലൈസ് ചെയ്യുമ്പം നമ്മളെ അലേർട്ട് ആക്കുന്ന സിസ്റ്റമാണ് അമിഗ്ഡല. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പെട്ടെന്ന് ഒരു സ്നേക്ക് ആണോ, അല്ലെ ചിലപ്പോൾ സ്റ്റിക്ക് ഇതുപോലെ തന്നെ കിടക്കാൻ പറ്റേ, അപ്പൊ സ്റ്റേക്ക് ആണോ സ്റ്റിക്ക് ആണോ എന്ന് റിയലൈസ് ചെയ്തിട്ട് നമ്മുടെ ബോഡീനെ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യണമല്ലോ. കാരണം സ്നേക്ക് ആണോ, നമ്മൾ സാധാരണഗതിയിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ടോപ്പ് ഏരിയ ബ്രെയിൻ വലിയ ഡീപ്പ് ലെവൽ തിങ്കറാണ് അല്ലേ. ടോപ്പ് ഏരിയ ബ്രെയിനെ സംബന്ധിച്ചോളം ഒരുപാട് തിങ്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ഒരു സ്നേക്ക് വന്നു കഴിഞ്ഞാൽ ആ സ്നേക്ക്, ബിസിനസ്സിലെ സ്നേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. ടീമിലെ സ്നേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. കോൺഫ്ലിക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നത് അത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളൊരു പർട്ടിക്കുലർലി സ്ട്രോങ് ആയിട്ട് ആക്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ സ്നേക്ക് ആണോ സ്റ്റിക്ക് ആണോ എന്ന് കൃത്യം മനസ്സിലാക്കിയെടുക്കാനായിട്ട് ഉള്ള കഴിവുള്ള ബ്രെയിൻ്റെ പാർട്ടാണ് അമിഗ്ഡല. അപ്പൊ ഈ അമിഗ്ഡലയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ചില ആൾക്കാരിൽ ഈ അമിഗ്ഡല വലുതായിരിക്കും. അപ്പൊ ഈ ബദാം സൈസ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇടത് സൈഡിലും വല സൈഡിലും അടുത്തടുത്ത ഒരു സാധനമാണെന്ന് ഇങ്ങനെ വിചാരിക്കുക. ഈ ബ്രെയിൻ ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഓക്കെ, ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബ്രെയിനാണെന്ന് വിചാരിക്കുക. നമ്മൾ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പോലെ, ആപ്പിൾ ഇങ്ങനെ ഇരിക്കുകയല്ലേ, അതിനെ നടുക്ക് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുന്നല്ലേ. ഓക്കെ, അപ്പൊ അതിനകത്ത് ഈ ആൾക്കാർക്ക് അവരുടെ ഏർലി ചൈൽഡ്ഹുഡിൽ ഒരുപാട് ഈ പറഞ്ഞ രീതിയിൽ ഫിയർ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ അമിഗ്ഡല കുറച്ചുകൂടെ വലുതായിരിക്കും. ഇതിനകത്ത് അമിഗ്ഡലയെ കുറിച്ച് ഒരുപാട് സ്റ്റഡീസ് ഉണ്ട്. ഗെയ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ ഗേ സെക്ഷൽ ഓറിയന്റേഷൻ, സെയിം സെക്സിനോടുള്ള ആൾക്കാരുടെ അമിഗ്ഡലയിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളതിനെ കുറിച്ച് സ്റ്റഡികളുണ്ട്. ട്രാൻസ്ജെൻഡർ ലെവലിലും അമിഗ്ഡല ഒരു ചെറിയൊരു ബദാമിനെ കുറിച്ച് ഒരുപാട് സ്റ്റഡികളുണ്ട്. അപ്പൊ ഒരേ സെയിം സെക്സിനോട് താല്പര്യമുള്ള ആൾക്കാർ, ജെൻഡർ ഐഡന്റിറ്റിയിൽ കൺഫ്യൂഷൻ ഉള്ള ആൾക്കാരിലൊക്കെ അമിഗ്ഡലയിൽ ചെറിയ വ്യത്യാസങ്ങളുള്ളതായിട്ട് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ഈ അതിനെക്കുറിച്ചും എഗെയിൻ വേറൊരു ഡയറക്ട്ലി ബിസിനസ് റിലേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ എനിക്ക് ഡീപ്പറായിട്ട് ഇറങ്ങുന്നില്ല. അപ്പം ഈ അമിഗ്ഡല എന്ന് പറഞ്ഞേക്കുന്ന ഒരു ചെറിയ പോർഷൻ കുറച്ചുകൂടെ വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈസിലി അത് ആക്ടിവേറ്റ് ചെയ്യപ്പെടാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആൾക്കാർ പെട്ടെന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴേ വലിയ ഭൂകമ്പം ഉണ്ടാക്കാറുണ്ട്. അവരുടെ തല ഇങ്ങനെ പെരുത്തു പോകാറുണ്ട്. ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അവരുടെ റെസ്പോൺസ് ഭയങ്കര ഹൈ ആണ്. ഈ റെസ്പോൺസ് പ്രീ കണ്ടീഷൻഡ് ആയിട്ട് ഇങ്ങനെ അയക്കുന്നതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡിലുള്ള ട്രോമയോ ഏർലി ചൈൽഡ്ഹുഡിലുള്ള റിയൽ ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള ചലഞ്ചുകൾ ആകാം. അപ്പം നിങ്ങൾ പറയും എനിക്ക് ഏർലി ചൈൽഡ്ഹുഡിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല, എന്നിട്ടും എനിക്ക് ഇതുപോലെ ആക്ടിവേറ്റഡ് ആകുന്നുണ്ടേ. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ നിങ്ങളുടെ പേരൻസിന് ഏർലി ചൈൽഡ്ഹുഡിൽ ഇതുപോലെ, ഇനി അവർക്കും ഇല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിന് ഇതുപോലെ ആകാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് നമ്മൾ ബ്രെയിന് ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്ത് പോകുന്നുണ്ട്. ഇതിനാണ് എപ്പിജെനിസിസ് എന്ന് പറഞ്ഞേക്കുന്നത്. എപ്പിജെനിസിസ് എഗെയിൻ മറ്റൊരു ഡീപ്പറായിട്ടുള്ള ടോപ്പിക്കാണ്. മറ്റൊരു സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷെ ജസ്റ്റ് ഈ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പൊ ഈ എപ്പിജെനിസിസിനെ കുറിച്ച് ഒരൊറ്റ സെന്റൻസ് പറയുവാണെങ്കിൽ ബർട്ട് ഹെല്ലിഞ്ചർ എന്ന് പറഞ്ഞേക്കുന്ന ഒരു ജർമ്മൻ ആയിട്ടുള്ള സൈക്കോളജിസ്റ്റ് ഇന്റർ ജനറേഷണൽ ട്രോമ എന്ന് പറഞ്ഞേക്കുന്ന വാക്ക് ഉപയോഗിച്ച് പുള്ളിക്കാരൻ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതായത് ഒരു ജനറേഷനിലെ ട്രോമ, ഒരു ജനറേഷനിൽ നിങ്ങളൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനോട് പോയിട്ടുണ്ടെങ്കിൽ ആ ജനറേഷനിൽ നിന്ന് ആ ട്രോമ സെല്ലുലാർ ലെവലിൽ നിങ്ങൾക്ക് അടുത്ത ആളുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ ഇതിനെയാണ് ഒരു പക്ഷെ ഹിന്ദുസ് കർമ്മ എന്ന് വിളിച്ചത്. ഇതിനെയാണ് ഈ പറഞ്ഞ 4 ജനറേഷൻ വരെ ശാപം നിൽക്കും എന്ന് ഒരുപക്ഷെ പഴയ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇത് 4 ജനറേഷൻ അല്ല, മൾട്ടിപ്പിൾ ജനറേഷനിലേക്ക് ഈ ന്യൂറോൺസിന്റെ ഇൻഫ്ലുവൻസ് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബേസിക്കലി ഇതിന് ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയാലാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് കടന്നു പോകുന്നത്. ഫോർ എക്സാമ്പിൾ ഹോളോകോസ്റ്റിലൂടെ കടന്നു പോയിട്ടുള്ള ആ ജ്യൂസ് ഒരുപാട് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയിട്ടുണ്ട്. അവരുടെ ബ്രെയിൻ മോഡിഫൈഡ് ആയിട്ടുണ്ട്, റീവൈർഡ് ആയിട്ടുണ്ട്. ആ ബ്രെയിനിന്റെ അവരുടെ ചിൽഡ്രന് ട്രോമ
ഒരു കാരണമില്ലാതെ ഉണ്ടാകാറുണ്ട്. ഓക്കെ, ഇവിടം വരെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്കില്ല. പക്ഷേ നിങ്ങൾ ക്യൂരിയസ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് സൂം ഔട്ട് ചെയ്തിട്ട് ബിസിനസ്സിലേക്ക് ഇതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പം നിങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങളുടെ അമിഗ്ഡല വലുതാണെങ്കിൽ, ഇത് ഇത്രയും വലുതല്ല, ഞാൻ ജസ്റ്റ് പറയുവാണ്, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളോ നിങ്ങളുടെ ഏതൊരു ലെവലില്, നിങ്ങളുടെ ജനറേഷൻ ലെവലില്, ജനറലി സ്പീക്കിംഗ് നിങ്ങളുടെ ലെവലില്, നിങ്ങൾക്ക് ഏർലി ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൽ നിങ്ങൾ ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ടീമിനെ മാനേജ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പൾസീവ് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ പെട്ടെന്ന് ഒരു അരിശം വരുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അരിശം വന്നു വാക്കത്തി എടുത്ത് വെട്ടി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെ സംബന്ധിച്ചോളം പെട്ടെന്ന് റിയാക്ട് ചെയ്യും. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മറ്റാൾക്കാരെ ഹേർട്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. കാരണം നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റം ഓൾറെഡി ഹേർട്ടാണ്. നിങ്ങൾക്ക് അറിയണമെന്നില്ല നിങ്ങളുടെ ഇന്റേണൽ സിസ്റ്റം ഹേർട്ടാണെന്ന്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ അറിയാതെ മറ്റാൾക്കാരോട് ആവശ്യപ്പെടുന്നു, നീ അങ്ങനെ ചെയ്യാം. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയല്ല ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള സിഇഒസ് ബേസിക്കലി അവരുടെ അമിഗ്ഡല എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യും. അപ്പൊ ഈ അമിഗ്ഡല ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ മൈൻഡ്ഫുൾനെസ് യൂസ് ചെയ്തും മെഡിറ്റേഷൻസ് യൂസ് ചെയ്തും നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, റെഗുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു തെർമോസ്റ്റാറ്റ് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു തെർമോസ്റ്റാറ്റ് വെച്ചിട്ട് നമ്മൾ AC ഈ പറഞ്ഞ രീതിയിൽ 21 ഡിഗ്രിയിലേക്ക് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 21 കൂടുതൽ ചൂട് വരുവാണെങ്കിൽ AC ഓൺ ആവും അല്ലെ. AC ഓൺ ആയിട്ട് നമ്മുടെ ടെമ്പറേച്ചർ കൂളിങ്ങിലേക്ക് മാറ്റും. 21 മുകളിലേക്ക് ടെമ്പറേച്ചർ, 21 താഴേക്ക് ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ ഹീറ്റ് ഓൺ ആവും. ഹീറ്റ് ഓൺ ആയിട്ട് നമ്മുടെ ടെമ്പറേച്ചർ 21 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരും. ഇതുപോലെ ഇതിനെയാണ് റെഗുലേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. റെഗുലേഷൻ, ന്യൂറൽ റെഗുലേഷൻ, ഇതെല്ലാം ടെക്നിക്കൽ ആയിട്ടുള്ള ടേമുകളാണ്. നിങ്ങളെ സംബന്ധിച്ചാലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരുപാട് ന്യൂറോളജിസ്റ്റുകൾ പല ഡയമെൻഷനിലും പല ലെവലിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഒരു ബിസിനസ്സുകാർ എന്ന രീതിയിൽ ന്യൂറൽ റെഗുലേഷൻ. അതായത് നിങ്ങളുടെ ബ്രെയിന് എങ്ങനെ റെഗുലേറ്റഡ് ആകുന്നോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കഴിവുള്ള ആൾക്കാർ ഉണ്ട്, ഭയങ്കര എക്സസീവ് ആയിട്ടുള്ള കഴിവുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അവർക്ക് ന്യൂറൽ റെഗുലേഷൻ ഇല്ലാത്തതുകൊണ്ട്, ആ ന്യൂറൽ റെഗുലേഷൻ ഇല്ലാത്തതിന് കാരണം അവരുടെ മഞ്ഞ ബ്രെയിന്, നമ്മൾ ആ മഞ്ഞ ബ്രെയിനിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ആ മഞ്ഞ ബ്രെയിൻ മുഴുവനായിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. മഞ്ഞ ബ്രെയിനിൽ ഒരു പർട്ടിക്കുലർ പ്ലേസ്, ഞാൻ മാക്സിമം വളരെ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള വേർഷൻസ് പറയാം. ഇതിനേക്കാളും ലോങ്ങർ ആയിട്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ പിൽക്കാലത്ത് ഡീപ്പറായിട്ട് ലോങ്ങറായിട്ട് പോകാം. ഇത് തന്നെ ടു മച്ച് ഡീപ്പർ ആണെങ്കിൽ കുറയ്ക്കാൻ പറയാം, ഞാൻ കുറയ്ക്കാമല്ലോ കേട്ടോ. ഓക്കെ, കാരണം ഇത്ര നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, എനിക്കറിയാം, ഞാൻ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ യെല്ലോയ്ക്കകത്തുള്ള ഒരു ടൈനി ഡോട്ട്, ഡോട്ടാണ് നമ്മളുടെ അമിഗ്ഡല. എല്ലാം മുഴുവനല്ല, ആ ടൈനി ഡോട്ട് ആയിട്ടുള്ള അമിഗ്ഡല നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അവിടെ നിങ്ങൾ ന്യൂറൽ റെഗുലേഷൻ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രയറുകൾ, കൊന്തയിലുവോ, നിസ്കരിക്കുവോ, നമ്മുടെ ഗായത്രി മന്ത്രം ചെല്ലുവോ, അല്ലെങ്കിൽ മറ്റ് മെഡിറ്റേഷൻ ചെയ്യുവോ, ഇതെല്ലാം നിങ്ങളെ ന്യൂറൽ റെഗുലേഷന് ഹെൽപ്പ് ചെയ്യുന്ന പരിപാടികളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ വേറെ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിക്കുക. അപ്പൊ ഇതാണ് ന്യൂറൽ റെഗുലേഷനെ കുറിച്ച് ഉള്ള ഒരു കാര്യം. അപ്പൊ ഇത് കൂടാതെ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പർപ്പിൾ ബ്രെയിനിനെ കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് സംസാരിക്കാം. അപ്പൊ ഈ പർപ്പിൾ ബ്രെയിനിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ പാർട്ട് ഓഫ് പർപ്പിൾ ബ്രെയിന്, ഇതിനാണ് ഏറെക്കുറെ നിയോ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓർമ്മകളാണ് അവർ സൂക്ഷിക്കുന്നത്. ഓർമ്മകൾ ഓടി കളിക്കുവാനെത്തുന്ന അയലത്തെ ചക്കര മാവിൻ ചുവട്ടിൽ, അതാണ് ഓർമ്മകളാണ് ഹാൻഡിൽ ചെയ്തത്. ഈ ഓർമ്മകൾക്കൊരു പ്രാധാന്യമുണ്ട്. ഈ ഓർമ്മകൾക്കുള്ള പ്രാധാന്യം എന്ന് വെച്ചാൽ, നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ആരാണ് എന്ന് ഓർത്തിരിക്കുന്നത് ഇവിടെയാണ്, പ്രിറ്റി മച്ച് ഇവിടെയാണ്. എല്ലായിടവും കൂടെ ചേർന്നാണ്, പക്ഷെ ഏറ്റവും കൂടുതൽ ഓർമ്മകൾക്ക് പ്രാധാന്യമുള്ള ഒരു സ്ഥലം നിയോ കോർട്ടെക്സ് ആണ്. നിയോ കോർട്ടെക്സ് ആണ്, പുതിയ കോർട്ടെക്സ് എന്നാണ് അർത്ഥം. അതായത് ഈ പറഞ്ഞ രീതിയിൽ ഈ പുതിയതായിരുന്നു പണ്ട്, അത് കഴിഞ്ഞ് അതിന്റെ മുകളിൽ വേറൊരു പുതിയത് കൂടെ വന്നു, അതാണ് പുതിയ കോർട്ടെക്സ്. അതിനെയാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനുള്ള ഈ ടേമുകൾക്കൊന്നും അല്ല പ്രാധാന്യം, നിങ്ങൾക്ക് എങ്ങനെ ബിസിനസ്സിൽ യൂസ്ഫുൾ ആവും അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, അല്ലെ, ലൈഫിൽ എങ്ങനെ യൂസ്ഫുൾ ആവും അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പൊ ഈ നിയോ കോർട്ടെക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നിയോ കോർട്ടെക്സ് ഓർമ്മകൾ സൂക്ഷിക്കുകയാണ്, ഡേറ്റാബേസ് പോലെ. അപ്പൊ ഞാൻ ആക്ച്വലി ഒരു ഡേറ്റാബേസ് എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ഈ ഡേറ്റാബേസിൽ നമ്മളെ സംബന്ധിച്ചോളം ഒരു ഡേറ്റാബേസ് ഇങ്ങനെയാണ് നമ്മൾ ഡേറ്റാബേസിന്റെ പടം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡേറ്റാബേസിലേക്ക് നമ്മൾ ഡേറ്റ ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡേറ്റാബേസ് ഇങ്ങനെ 1s 0s ആയിട്ട് സൂക്ഷിച്ചു വെക്കുകയാണ്.
ഓക്കെ, കമ്പ്യൂട്ടറിന്റെ ഡേറ്റാബേസിൽ. ഓക്കെ, അപ്പൊ ഈ ഡേറ്റാബേസിൽ നമ്മൾ എന്നിട്ട് പിന്നെ ഡേറ്റാബേസിനോട് ചോദിക്കുവാണ്, അതെ ഞാൻ ആ തന്ന ഡേറ്റയുടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡേറ്റാബേസ് നമ്മളോട് തിരിച്ചു പറയും. നമ്മളുടെ ബ്രെയിൻ ആകുന്ന നിയോകോർട്ടക്സ് ആകുന്ന ഡേറ്റാബേസ് നമ്മുടെ ഈ പുറകോട്ടുള്ള ഈ കട്ട് ചെയ്ത ഈ പോർഷനുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നിയോകോർട്ടക്സിന്റെ നിയോകോർട്ടക്സിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഇവര് സൂക്ഷിച്ചു വെക്കുന്ന സ്റ്റോറീസ് ആയിട്ടാണ് ആള് സൂക്ഷിച്ചു വെക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് ബേസിക്കലി ഡേറ്റ ഇല്ല, സ്റ്റോറികൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, നിങ്ങളുടെ ബിസിനസ്സിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, നിങ്ങളുടെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ചുള്ള സ്റ്റോറീസ്, നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ കേട്ട സ്റ്റോറീസ്, റിലീജിയനെ നിങ്ങൾ കേട്ട സ്റ്റോറീസ്, ബുക്കുകൾ നിങ്ങൾ കേട്ടിട്ടുള്ള സ്റ്റോറീസ്, ടീച്ചേഴ്സിന് നിങ്ങൾ കിട്ടിയേക്കുന്ന സ്റ്റോറീസ്. ഈ സ്റ്റോറീസ് രണ്ട് തരത്തിലാകാം. ചില സ്റ്റോറീസ് നമ്മളെ വളർത്തുന്നതാകാം, ചില സ്റ്റോറീസ് നമ്മളെ തളർത്തുന്നതാകാം, താഴോട്ട് കൊണ്ടുപോകുന്നതാകാം. അപ്പൊ ഈ വളർത്തുന്ന സ്റ്റോറീസിനെ ഞാൻ ബ്ലെസ്സിങ് സ്റ്റോറീസ് എന്നാണ് പറയുന്നത്, തളർത്തുന്ന സ്റ്റോറീസിനെ ഞാൻ കേർഡ് സ്റ്റോറീസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബ്ലെസ്സിങ് സ്റ്റോറീസ് ആണ് നിങ്ങളിൽ കൂടുതലുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ സ്റ്റോറി നിങ്ങളുടെ സൈക്കിക്ക്, നിങ്ങളുടെ സൈക്കോളജിക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാനായിട്ടൊരു എനർജി തരുന്നുണ്ട്, ഇൻസ്പിറേഷൻ തരുന്നുണ്ട്. മനസ്സിലാവും? നിങ്ങളുടെ കൂടുതൽ സ്റ്റോറീസ് പുറകോട്ട് വലിക്കുന്ന സ്റ്റോറീസ് ആണെങ്കിൽ, കേർഡ് സ്റ്റോറീസ് ആണെങ്കിൽ നിങ്ങളുടെ സൈക്കിനെ താഴോട്ട് വലിക്കാനായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ബേസിക്കലി നിയോകോർട്ടക്സ് സൂക്ഷിച്ചു വെക്കുന്നത് എന്താണ്? സ്റ്റോറികളാണ്, ഡേറ്റ അല്ല, സ്റ്റോറികളാണ്. അപ്പൊ നിങ്ങളുടെ ജീവിതം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു വലിയൊരു സ്റ്റോറി ഉണ്ട്, ഒരു മെഗാ സ്റ്റോറി ഉണ്ട്, നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഉണ്ട്. ആ ലൈഫ് സ്റ്റോറി ജനറലി സ്പീക്കിംഗ് നിങ്ങളെ ഡിസെംപവർ ചെയ്യുന്നതാണെങ്കിൽ, പുറകോട്ട് വലിക്കുന്നതാണെങ്കിൽ, നിങ്ങളെ കേഴ്സ് ചെയ്യുന്നതാണെങ്കിൽ, നിങ്ങളെ പുറകോട്ട് വലിക്കുന്നതാണെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫ് പുറകോട്ടാണ്. അപ്പൊ ഇവിടെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരുപാട് സൂപ്പർസ്റ്റിഷ്യൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മളപ്പോൾ വിചാരിക്കുവാണ് നമുക്ക് അതിന്റെ പ്രശ്നമുണ്ട്, ഇതിന്റെ പ്രശ്നമുണ്ട്, ഇന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉണ്ട്, ഇതുകൊണ്ടാണ് എന്ന് വിചാരിക്കുന്നത്. ജനറലി സ്പീക്കിംഗ് ഈ പറഞ്ഞ രീതിയിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതൊരു ഫോഴ്സാണ്. ഗ്രാവിറ്റിയുടേതായിട്ടുള്ള സ്പെഷ്യൽ പവറുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ സ്റ്റോറികളുടെ അത്രയും പവർഫുൾ അല്ല മറ്റൊരു ഫോഴ്സും നിങ്ങളുടെ സ്റ്റോറികൾ അത്രയും പവർഫുൾ അല്ല. അപ്പൊ ഈ പലപ്പോഴും ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നിങ്ങളെ സപ്പോർട്ടീവ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റോറികളെയാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് സ്റ്റോറി എഫക്റ്റീവ്ലി മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നിങ്ങളുടെ ഇന്നർ സൈക്കിനെ എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ പുറകോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാം, മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ സിഗ്നിഫിക്കൻ്റ്ലി ബെറ്റർ ആക്കി കൊണ്ടുപോകാനും പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ നിയോകോർട്ടക്സ് ഞാൻ പറയുമായിരുന്നു, നിയോകോർട്ടക്സിന്റെ പ്രത്യേകത എന്താണ്? ഓർമ്മകൾ ശേഖരിക്കുന്ന സ്ഥലമാണ്. ഈ ഓർമ്മകൾ ശേഖരിക്കുമ്പം സ്റ്റോറി എന്നൊരു ഡയമെൻഷൻ ഞാൻ പറഞ്ഞു. ഇതുകൂടാതെ 6 ഡയമെൻഷനൂടെ ഉണ്ട്. ആ 6 ഡയമെൻഷനിൽ ഒരു ഡയമെൻഷനിൽ മാത്രം ടച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങൾ ആരാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നതും ഈ നിയോകോർട്ടക്സിലാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മയാണ് അല്ലെ. അപ്പൊ ഈ നിയോകോർട്ടക്സ് എടുത്തു കളഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ പ്രിട്ടി മച്ച് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ അതും ഒരു സ്റ്റോറിയാണ്. ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് പറയുന്ന മറുപടി, നമ്മളൊന്ന് നേരിട്ട് സംസാരിക്കുമായിരുന്നെങ്കിൽ, നേരിട്ട് സംസാരിക്കുകയാണ് കേട്ടോ, എന്നാലും നമ്മൾ ഇൻ പേഴ്സൺ ഡയറക്റ്റ് ബോഡി ടു ബോഡി ഫ്രണ്ടിൽ നിന്ന് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം നിങ്ങൾ പറയാൻ പോകുന്ന ഉത്തരം നിങ്ങളുടെ ഓർമ്മകളുടെ കളക്ഷനിൽ നിന്നുള്ള സ്റ്റോറികളിൽ നിന്ന് നിങ്ങൾ എടുത്തേക്കുന്ന ഡേറ്റ പോയിന്റുകളാണ്. ക്ലിയർ ആണ്? അപ്പൊ നിങ്ങൾ ആരാണ് എന്നത് പോലും ഇവിടെയാണ്, ബ്രെയിനിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് എന്ന നിങ്ങളുടെ ഐഡന്റിറ്റി എന്നുണ്ടെങ്കിൽ, സക്സസ്ഫുൾ ആയ ബിസിനസ്സുകാരനാണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ലെജൻഡറി ആയിട്ടുള്ള ബിസിനസ്സുകാരൻ നിങ്ങളുടെ ഐഡന്റിറ്റി ആണെങ്കിൽ, ഈ 3 ലെവലിലും നിങ്ങൾ 3 ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ബിഹേവ് ചെയ്യാൻ പോകുന്നത്. ആ ഐഡന്റിറ്റി ബാക്കിയുള്ള നിങ്ങളുടെ ഇമോഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നതിലും, നിങ്ങളുടെ അമിഗ്ഡല ആക്ടിവേറ്റ് ചെയ്യുന്നതിലും, നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ആക്ടിവേറ്റ് ചെയ്യുന്നതിലും, നിങ്ങളുടെ ബ്രെയിൻ സ്റ്റെം ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിലും, നിങ്ങളുടെ ക്രാറ്റ് ബ്രെയിനിലൂടെ ഡിസിഷൻ എടുക്കുന്ന എല്ലാത്തിനും ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങളുടെ സെൽഫ് ഡെഫിനിഷൻ. എഗെയിൻ മറ്റൊരു എക്സ്റ്റൻസീവ് ടോപ്പിക്കാണ്, നമ്മൾ അതിലേക്ക് പിന്നെ ഇറങ്ങാം. അപ്പൊ ഈ കാര്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഈ കാര്യത്തിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള ബിസിനസ് ഇംപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത്. ഈ സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള ഓർമ്മകളുമായിട്ടാണ് നിങ്ങളുടെ ടീം നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത്. അപ്പൊ നിങ്ങളുടെ ടീം നിങ്ങളുടെ അടുത്തോട്ട് വരുമ്പോൾ അവർക്കും ഇതുപോലെ അവരെ കുറിച്ചുള്ള ഓർമ്മകളുണ്ട്, അതുകൂടാതെ അവരുടെ സ്റ്റോറികളുണ്ട്. അപ്പൊ നിങ്ങളുടെ കമ്പനി നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ കമ്പനിക്ക് ഇതുപോലെ ഒരു സ്റ്റോറി ഉണ്ടാകണം.
കമ്പനിയുടെ ഐഡന്റിറ്റി ഡിഫൈൻ ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാകും. ഇതിന് ചില ആൾക്കാർ ബ്രാൻഡിങ് സ്റ്റോറി എന്നൊക്കെ വിളിക്കാറുണ്ട് അല്ലെ. അപ്പൊ അവരുടെ ഒറിജിൻ സ്റ്റോറി എന്ന് വിളിക്കാറുണ്ട്. ഒറിജിൻ സ്റ്റോറി ഉണ്ടാക്കണം. അതായത് എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ ഒറിജിൻ സ്റ്റോറി, നിങ്ങളുടെ കമ്പനി എന്തുകൊണ്ട് എക്സിസ്റ്റ് ചെയ്തു, എങ്ങനെ ഉണ്ടായി വന്നു, ഈ സ്റ്റോറി ഉണ്ടാകണം. ഈ സ്റ്റോറിയിൽ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് ബിലീവ് ചെയ്യണം. അപ്പൊ ആ ടീം മെമ്പേഴ്സ് കളക്റ്റീവായിട്ട് ഈ നിങ്ങളുടെ ഒറിജിൻ സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്ത് വരണം. അപ്പൊ അങ്ങനെ നിങ്ങളുടെ ടീം മെമ്പേഴ്സ് നിങ്ങളുടെ ഒറിജിൻ സ്റ്റോറിയായിട്ട്, അവർക്ക് അവരുടെ സ്റ്റോറി ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോറി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ കളക്റ്റീവായിട്ടുള്ള സ്റ്റോറി ഉണ്ടെങ്കിൽ ഈ സ്റ്റോറി നിങ്ങളുടെ കമ്പനീനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരും. ഇതിന് നിങ്ങൾക്ക് വേണ്ടത് വിഷനാണ് വേണ്ടത്. കാരണം നിങ്ങൾക്ക് ഒരു സ്റ്റോറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷൻ വേണം. അത് നമ്മുടെ അടുത്ത ബ്രെയിൻ പാർട്ടിലേക്ക് കൊണ്ടുവരും. അടുത്ത ബ്രെയിൻ പാർട്ടിന്റെ പേരാണ് ഫ്രണ്ടൽ ഏരിയ. ഈ ഫ്രണ്ടൽ ഏരിയ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെയാണ്. അതിനകത്ത് തന്നെ ഏറ്റവും ഫ്രണ്ട് ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ ഞാൻ എളുപ്പത്തിന് വരയ്ക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഈ ഏരിയയാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്നത്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നിങ്ങളെ ഹ്യൂമൻ എന്ന രീതിയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഡിഫൈൻ ചെയ്യുന്ന പാർട്ട് ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ്. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് തന്നെ ഏറ്റവും ഫ്രണ്ടില് നമ്മുടെ ഫോർഹെഡിന്റെ ഫ്രണ്ടിൽ ഇവിടെ മാത്രമുള്ള ഏറ്റവും ഫ്രണ്ടിലുള്ള ഏരിയനെയാണ് നമ്മളെ സംബന്ധിച്ചോളം മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചോളം ഈ ഏരിയ അതിനെയാണ് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. എഗെയിൻ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് ബേസിക്കലി നിങ്ങളുടെ ഒരുപാട്, അതായത് എംപതി നിങ്ങൾക്ക് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ നിന്നാണ് എംപതി ഉണ്ടാകുന്നത്. അതായത് മറ്റൊരാളുടെ ഫീലിംഗ് മനസ്സിലാക്കാനായിട്ട്, മറ്റൊരാളുടെ ഷൂവിൽ നിന്ന് അവരെ കുറിച്ച് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇതാണ്. ഇത് മാർക്കറ്റിംഗിൽ സിഗ്നിഫിക്കൻ്റ് വേണ്ട ഒരു സ്കില്ലാണ്. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ എംപതിയാണ് മാർക്കറ്റിങ്ങിന് വേണ്ടിയ ഏറ്റവും കൂടുതൽ വേണ്ട ടൂള്. അപ്പൊ അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, നമ്മളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ, ഫ്രണ്ടൽ ഏരിയ, അതിനകത്ത് തന്നെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്, അതിനകത്ത് തന്നെ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണെങ്കിൽ നെറ്റിയുടെ ഇവിടെയുള്ള ഏരിയ ആണ്. ഇപ്പൊ ഇതിനൊരു ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, ഇതൊരു ബ്രെയിനായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ബ്രെയിൻ ഇതിന്റെ ഈ മിഡിലുള്ള 2 വിരലുകളാണ് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ്. അപ്പൊ അവിടെ ആന്റീരിയർ സിംഗുലർ കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിന് അതിനെക്കുറിച്ചൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരിതുണ്ട്. ആ പാർട്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറുതിൽ നിന്ന് വലുതാവും. ഭയങ്കര രസവും ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യമല്ലേ. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം, നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ ഇഷ്ടമില്ല, എക്സസൈസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര സ്ട്രെയിൻ ആണ്, പക്ഷെ സ്റ്റിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ സ്ട്രെയിനുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ആന്റീരിയർ സിംഗുലർ കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്ന മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിൽ ഉള്ള ഒരു പാർട്ടാണ്. നമ്മൾ ഒരുപാട് ലെയറിലേക്ക് പോയി. പക്ഷെ എന്നാലും ഈ ഫ്രണ്ട് ആയിട്ടുള്ള 2 വിരലിന് ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു പാർട്ട്, ആ പാർട്ട് വന്നിട്ട് വലുതാവും. അത് വലുതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽ പവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടാൻ പറ്റും. വിൽ പവർ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂട്ടിയെടുക്കാൻ പറ്റും ഇത് കൂടുന്ന സമയത്ത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള അല്ലാത്ത കാര്യങ്ങൾ, അപ്പൊ ഞാൻ ദിസ് സ്ട്രെസ് ഇസ് ഗുഡ് ഫോർ യു എന്ന് പറഞ്ഞൊരു വീഡിയോ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടുപിടിക്കുക, അത് കേൾക്കുക. അതായത് ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്ട്രെസ് നിങ്ങൾക്ക് ബെനിഫിറ്റ്ഫുൾ ആയി മാറും. ചില സ്ട്രെസ് നിങ്ങൾക്ക് ഒരുപാട് ബാഡാണ്, പക്ഷെ ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് സ്ട്രെസ് നിങ്ങളുടെ ബോഡിക്ക് നല്ലതാണ്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് അങ്ങോട്ട് പോയി എക്സ്പ്ലോർ ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇപ്പം ഞാനിവിടെ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എമ്പതി ഇരിക്കുന്നത് പല ആപ്ലിക്കേഷൻസ് ഉണ്ട് ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനിന്. പക്ഷെ അതിൽ ഒരു കാര്യമാണ് എമ്പതി. അത് മാത്രമല്ല, മറ്റു ഹ്യൂമനുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ടുള്ള സ്കില്ല് സിഗ്നിഫിക്കൻ്റ്ലി ഇരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനിലാണ്. അതുപോലെ നിങ്ങളുടെ ഹ്യൂമൻ സൈഡ് ഇരിക്കുന്നത് ഫ്രണ്ടൽ ലോബിലാണ്, എസ്പെഷ്യലി പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലാണ്. നിങ്ങളെ സംബന്ധിച്ചോളം ഈ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ ഓപ്പോസിറ്റ് പറഞ്ഞുതരാം. ചില ഹ്യൂമൻസിന്, നിങ്ങൾ സീരിയൽ കില്ലേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിൽ, സീരിയൽ കില്ലേഴ്സിന് ഭയങ്കരമായിട്ടുള്ള യാതൊരു സോഷ്യോപാത്തിക് ആയിട്ടുള്ള സീരിയൽ കില്ലേഴ്സിന് അവരുടെ നെറ്റി കുറച്ച് അകത്തോട്ട് കയറിയിരിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻ എ സെൻസ് ദാറ്റ് അവർക്ക് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്ഡ് അല്ല ഒരുപാട് ആൾക്കാർക്ക്. അപ്പൊ അതുകൊണ്ട് അവരെ സംബന്ധിച്ചോളം അവർക്ക് കില്ല് ചെയ്യാനുള്ള ടെൻഡൻസി സിഗ്നിഫിക്കൻ്റ്ലി ഹയർ ആണ്. അവിടെ തന്നെ ഫാസിനേറ്റിംഗ് ഒരു ഫാക്ടോട് പറയാം, എന്നിട്ട് നമുക്ക് ബിസിനസ്സിൽ ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന് കാണാം. ടീനേജേഴ്സ് നിങ്ങളെ സംബന്ധിച്ചോളം, നിങ്ങൾക്ക് ടീനേജ് കിഡ്സ് ഉണ്ടെങ്കിൽ, അല്ല എന്തെങ്കിലും നിങ്ങൾ ടീനേജേഴ്സ് ആയിരുന്നെങ്കിൽ ടീനേജേഴ്സിന് ഈ ഫ്രണ്ടൽ ഏരിയയിലുള്ള
ഗ്രേ മാറ്റർ എന്നാണ് നമ്മൾ പറയുന്നത്. ബേസിക്കലി രണ്ട് തരത്തിലുള്ള ഇതുണ്ട്. ഗ്രേ മാറ്റർ ഉണ്ട്, വൈറ്റ് മാറ്റർ ഉണ്ട്. അപ്പൊ ടീനേജേഴ്സ് അവർ ആ ടീൻ പീരീഡിലൂടെ പോകുമ്പോൾ അവരുടെ അവരുടെ ബ്രെയിന് പ്രൂണിങ് എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉപയോഗിച്ച് നമ്മളെ ഈ പറഞ്ഞല്ലോ, നമ്മുടെ മരത്തിനൊക്കെ കമ്പ് വെട്ടിയല്ലേ, നമ്മൾ പണിക്കാരെ വിളിച്ച് കമ്പ് വെട്ടിക്കളാം, നമ്മളെ പൂച്ചെടിയെല്ലാം ഇങ്ങനെ വളർന്നു പോയി എന്ന് പറഞ്ഞില്ല. അപ്പൊ അതിനെ കുറെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവരുടെ ഗ്രേ മാറ്റർ കുറെ കട്ടായി പോകും. അപ്പൊ അവരുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിലുള്ള കുറെ ഗ്രേ മാറ്റർ ബ്രെയിന് എലിമിനേറ്റ് ചെയ്ത് കളയും ടീനേജിലാകുന്ന സമയത്ത്. അതിന് ബയോളജിക്കലായിട്ടൊരു കാര്യമുണ്ട്. അതിനെക്കുറിച്ച് ക്യൂരിയസ് ആണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് കുറയുന്നത് കൊണ്ടാണ്, ഈ ഗ്രേ മാറ്റർ കുറയുന്നതുകൊണ്ടാണ് ടീനേജേഴ്സ് ഭയങ്കര ഇമ്പൾസീവ് ആയിരിക്കുന്നത്. അപ്പൊ ഇമ്പൾസ് കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ബേസിക്കലി ഈ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഫംഗ്ഷനാണ്. ഇമ്പൾസ് കൺട്രോൾ, പെട്ടെന്ന് ചാടി ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാം. ബിസിനസ്സുകാർ വളരെ സക്സസ്ഫുൾ ആയിട്ട് ബിസിനസ്സുകാരുടെ പ്രത്യേകത വെച്ചാൽ അവർക്ക് ഇമ്പൾസ് കൺട്രോൾ ഉള്ളവരാണ്. പെട്ടെന്ന് ഒരു ടീം മെമ്പർ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പം തന്നെ ചാടി ബഹളം വെക്കുന്നവരല്ല. അങ്ങനെയുള്ളവർക്ക് ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റണമെന്നില്ല. അവർ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് മെത്തോഡിക്കലായിട്ട് ലോങ് ടൈം തിങ്കിങ് ആണ്. എഗെയിൻ ലോങ് ടൈം തിങ്കിങ് നമ്മുടെ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഒരു ഫംഗ്ഷനാണ്. മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഫംഗ്ഷൻ തന്നെ നമ്മളെ ഫാസിനേറ്റിംഗ് ആണ്. അതും മറ്റൊരു ലോകമാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിന്റെ ഓരോ പാർട്ടുകൾക്കും ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ബിസിനസ്സിലുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പുറകിൽ നിന്ന് തുടങ്ങി, നമ്മൾ താഴേന്ന് തുടങ്ങി, അവസാനം പുറകിൽ നിന്ന് ഇറങ്ങി നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഫ്രണ്ടിലെ ബ്രെയിനിലെത്തി. ഈ ബ്രെയിനിന്റെ ഉപയോഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് ഞാൻ 2 വാക്ക് ഉടനെ തന്നെ പറയാം. അപ്പൊ ഇവിടെ ഈ പാർട്ട് ഓഫ് ബ്രെയിന് ഇവിടെയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നത്. ഞാൻ അതിലേക്കായിരുന്നു വന്നുകൊണ്ടിരുന്നത്. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ വിഷൻ സെറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രെങ്ത് ഇരിക്കുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും മങ്കികൾ വിഷണറി ആയിട്ടുള്ള ഒരു മങ്കിയായിരുന്നു എന്ന് മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയോ അല്ലെ ഗാന്ധിയെ പോലെയോ അല്ലെങ്കിൽ ഇബ്രാഹിം ലിങ്കനെ പോലെ ഒരു വിഷണറി ആയിട്ടുള്ള മങ്കിനെ നിങ്ങൾ കണ്ടുമുട്ടിയല്ല. കാരണം എന്ന് വെച്ചാൽ മങ്കികൾക്ക് ഇവിടെ തൊട്ട് അങ്ങോട്ട് പുറകോട്ടേ ഉള്ളൂ, ഈ ഫ്രണ്ടിലോട്ടുള്ള സാധനമില്ല. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മങ്കികളുടെ സ്കളോ ഫ്രണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അവരുടെ ഫ്രണ്ട് ഫോർഹെഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവരുടെ നെറ്റി കുറച്ചുകൂടെ അകത്തോട്ട് തള്ളിയിരിക്കുക. മങ്കികൾ നിങ്ങളെ കാണുമ്പോൾ മെയിനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവന്മാരുടെ തല തന്നെ ഇങ്ങനെ മുന്നോട്ട് തള്ളിയിരിക്കുന്നത് എന്ത് വൃത്തികേടാണ്, എൻ്റെ ഭാര്യ കാണാൻ എന്തൊരു സുന്ദരിയാണ്, ഈ പറഞ്ഞാൽ ഈ ചടത്തെ കണ്ടു കഴിഞ്ഞാൽ നെറ്റി മുഴുവൻ ഈ പുറത്തോട്ട് തള്ളിയിരിക്കുവാണല്ലോ എന്നാണ് മങ്കികളെ നിങ്ങളെ കാണുമ്പോൾ പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നത്. അവർ ആ ചിരിക്കുന്നതിന്റെ കാര്യം അതാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനിന് മാത്രമേ ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ്. അതായത് സാധാരണഗതിയിൽ ആനിമൽസിന് എല്ലാ ആൾക്കാർക്കും കോഴീനെ നമ്മൾ പട്ടി ഓടിക്കുവാണ്, കോഴി ഓടി രക്ഷപ്പെടാൻ കോഴിക്കറിയാം. പേടിച്ചു പോയില്ലോ അല്ലേ? ഓക്കെ, പഠിക്കണ്ട, അവിടെ തന്നെ ഇരുന്നാൽ മതി. ഓക്കെ. പക്ഷെ ഒരു കോഴിക്കും ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ അറിയില്ല. ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ അറിയാവുന്ന ആൾക്ക് ഇൻഫിനിറ്റ് ആയിട്ട് ലൂപ്പിൽ തിങ്ക് ചെയ്യാൻ പറ്റും. ഇതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയോ കോർട്ടെക്സ് ഫംഗ്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഈ ചേച്ചിയാണ് അത് ഓർത്തിരിക്കുന്നത്. നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറിയാണ്, ഓർത്തിരിക്കലാണ് അല്ലെ. നമ്മൾ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷന്റെ ഫോക്കസ് മുഴുവൻ എവിടെയായിരുന്നു? എഡ്യൂക്കേഷന്റെ ഫോക്കസ് മുഴുവൻ മെമ്മറിയിലാണ്, ഓക്കെ, ഇമാജിനേഷനിലല്ല. അപ്പം ഐൻസ്റ്റൈൻ വന്നിട്ട് പറയുവാണ്, ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായിരുന്ന കൺസിഡർ ചെയ്യപ്പെടുന്ന മനുഷ്യൻ നമ്മളോട് വന്നിട്ട് പറയുവാണ്, നിയോ കോർട്ടെക്സിനല്ല പ്രാധാന്യം. ഇപ്പൊ നിങ്ങൾ പറയുമ്പോൾ വളരെ ഒബ്വിയസ് ആണ്, നിയോ കോർട്ടെക്സിനല്ല പ്രാധാന്യം, പ്രീഫ്രണ്ടൽ കോർട്ടെക്സിനാണ് പ്രാധാന്യം. കാരണം ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഇമാജിൻ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തിങ്കിങ് അബൌട്ട് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഇമാജിനേഷൻ ആണ്. ഈ ഇമാജിനേഷൻ നമ്മൾ പലപ്പോഴും നെഗറ്റീവ് കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു സെക്കൻഡ് പറയാം. പക്ഷെ അതിനു മുമ്പായിട്ട് ചിന്തകളെ കുറിച്ചുള്ള ചിന്ത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഹ്യൂമൻ സ്പീഷീസിന് മാത്രമേ പറ്റുള്ളൂ. ഇത് ചോദിച്ച് വട്ടാകുന്ന ആൾക്കാരുണ്ട്, കോഴ്സ് ഉണ്ട്. പക്ഷെ വൈ, എന്തുകൊണ്ട് ഓക്കെ, നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ബസ്സിലിരിക്കുന്ന ആൾക്കാരുണ്ട്, എന്തുകൊണ്ട് കാക്ക കരയുന്നത് എന്തുകൊണ്ട്, ഓക്കെ, കരയാമ കടലിലേക്ക് അടുക്കുന്നത് എന്തുകൊണ്ട്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് മനുഷ്യർക്കും ബസ്സിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ബംഗാളിക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഈ വൈ എന്ന് പറഞ്ഞിരിക്കുന്ന അവർ മനുഷ്യരാണ് കേട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്. ഈ വൈ എന്ന് പറഞ്ഞ ചോദ്യം ചോദിക്കാൻ പറ്റുന്നതിന്റെ ഒരു പ്രാധാന്യം, ഞാൻ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു പ്രാധാന്യം ഞാൻ പറയാം. അതായത് ആപ്പിൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ, നമ്മുടെ ഫ്രൂട്ടിന്റെ കമ്പനിയാണ്,
ഫ്രൂട്ടിന്റെ കമ്പനിയിൽ CEO ആയിരുന്ന സ്റ്റീവ് എന്ന് പറഞ്ഞ ആള്. സ്റ്റീവ് എപ്പോഴും സ്റ്റീവിന്റെ എംപ്ലോയീസിനോട് എന്നിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വൈ, എന്തുകൊണ്ടാണ് ചോദിക്കുന്നത്, അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഇതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്, അതെന്തുകൊണ്ടാണ് ചെയ്യുന്നത്, ഇത് എലിമിനേറ്റ് ചെയ്തുകൂടെ, ഇത് എലിമിനേറ്റ് ചെയ്തുകൂടെ. സെയിം തിങ് നമ്മളെ സംബന്ധിച്ചോളം ഈലൻ മസ്ക് എന്ന് പറഞ്ഞേക്കുന്ന നമ്മൾ ടെസ്ല എന്ന് പറഞ്ഞേക്കുന്ന കമ്പനി തുടങ്ങിയേക്കുന്ന ടെസ്ലയുടെ CEO ഈലൻ മസ്ക് എപ്പോഴും ഡിസൈൻ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം, ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നിന്ന് വരുന്ന ഒരാളാണ്, സോഫ്റ്റ്വെയർസിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. സോഫ്റ്റ്വെയർ മുഴുവൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ പുള്ളിക്കാരൻ പോയിട്ട് ആ സോഫ്റ്റ്വെയറിന്റെ ഒരു 30% സാധനം പുള്ളി എടുത്ത് കളയും. ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ്, എല്ലാം ഡെവലപ്പ് ചെയ്ത എഞ്ചിനീയേഴ്സ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞിട്ട് കുറെ 30% ഈ സാധനം, ഈ പാട്ടങ്ങ് എടുത്ത് കളയാം. എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അരിശം വരുന്ന ഒരു പരിപാടിയാണ് പുള്ളി ഇങ്ങനെ കാണിക്കുന്നത്. അതായത് എല്ലാം റെഡിയാക്കി കഴിയുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പോർഷൻ എടുത്ത് കളയുക. എന്നിട്ട് പുള്ളി ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈ, എന്തിനാണ് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇത് എക്സിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, എലിമിനേഷൻ ആണ്. അപ്പൊ പുള്ളി എലിമിനേറ്റ് ചെയ്ത് കളയുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു പോർഷൻ കീപ്പ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തൊക്കെ പൊട്ടും, അത് പോയാൽ എന്തൊക്കെ പൊട്ടും. ഇതാണ് മിനിമലിസ്റ്റിക് ആയിട്ടുള്ള തിങ്കിങ്. അതായത് നമ്മളെ സംബന്ധിച്ചോളം നമ്മളുടെ ടെസ്ല, നമ്മളുടെ സ്പേസ് എക്സ് അടുത്ത ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി മിനിമമായി എന്തൊക്കെ വേണം, ആ മിനിമമായി എന്തൊക്കെ വേണം എന്നുള്ള കാര്യം പുള്ളിക്കാരൻ കണ്ടുപിടിക്കുവാണ്. അതിനു വേണ്ടിയിട്ട് പുള്ളി എലിമിനേറ്റ് ചെയ്യുക. അതിനുവേണ്ടി പുള്ളി ഉപയോഗിക്കുന്ന, സ്റ്റീവ് ജോബ്സ് ഉപയോഗിച്ചിരുന്ന ക്വസ്റ്റ്യൻ വൈ ആണ്. വൈ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചാണ് ചെയ്തിരുന്നത്. ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൽ ഈലൻ മസ്കും ഇതേ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ വൈ ക്വസ്റ്റ്യൻസ് ഉപയോഗിക്കാറുണ്ട്. ഇവിടെയാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ വേറൊരു സ്പേസിലേക്ക് കയറി, ഒരു സ്പീഷീസ് എന്ന രീതിയിൽ വേറൊരു സ്പേസിലേക്ക് കയറി. കാരണം ഇവിടെയാണ് നമ്മുടെ ഇന്നവേഷൻ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ പാമ്പ് ഒരു ലക്ഷേ 20 ലക്ഷം വർഷമായിട്ട് പാമ്പുകൾ ഉണ്ടായിരുന്നിരിക്കട്ടെ, എനിക്ക് കൃത്യം എത്ര വർഷം എന്ന് അറിയത്തില്ല, ചോദിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെ ആയിരുന്നെങ്കിൽ 20 ലക്ഷം വർഷം മുമ്പ് പാമ്പ് എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്? ഒരു പൊത്തിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ പാമ്പ് എവിടെയാണ് ജീവിക്കുന്നത്? പൊത്തിൽ തന്നെയാണ്. ഓക്കെ അല്ലെ? അല്ലെ ചില പറമ്പിലും ഒക്കെയാണ്, പൊത്തിലും ഒക്കെയാണ്. അപ്രോക്സിമേറ്റ്ലി 4.25 ലക്ഷം വർഷമായിട്ട് ഹ്യൂമൻ എക്സ്പീരിയൻസ് ഇവിടെ ഉണ്ട്. 42 ലക്ഷം വർഷമായിട്ട് ഞാൻ മില്യനിൽ നിന്ന് ഇതിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വിഷയമാണ്. ഇപ്പൊ ഹ്യൂമൻ എക്സ്പീരിയൻസ് 42 ലക്ഷം വർഷം ഹ്യൂമന്റെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ഉണ്ട്. അപ്പൊ ഇത് പറയുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചുള്ള നിങ്ങൾ വിചാരിക്കും, അയ്യോ അങ്ങനെയല്ലല്ലോ നിങ്ങളുടെ പുസ്തകം പറയുന്നത് എന്ന് പറയുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പുസ്തകത്തിൽ തെറ്റില്ല. നിങ്ങളുടെ പുസ്തകം അതിനെ മെറ്റഫറിക്കലി റെപ്രസെന്റ് ചെയ്തു എന്ന് ഒന്നെങ്കിൽ വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാവുന്ന കാര്യം എന്ന് വെച്ചാൽ അത് നിങ്ങൾ ഇപ്പൊ 10,000 വർഷം എന്നാണ് നിങ്ങളുടെ പുസ്തകം പറയുന്നെന്നുണ്ടെങ്കിൽ ആ 10,000 വർഷത്തെ ഈ 42 ലക്ഷം വർഷമായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആ സമയം കൊണ്ടുണ്ടായ സാധനമായിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. അതിനെക്കുറിച്ച് എനിക്ക് വേറൊരു അഭിപ്രായമില്ല. നിങ്ങളുടെ പുസ്തകത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഈ 42 ലക്ഷം വർഷമായിട്ട്, അപ്പൊ ഞാൻ 42 എന്ന് പറയുമ്പോൾ നിങ്ങൾ 10,000 എന്ന് കേട്ടാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 42 ലക്ഷം വർഷമായിട്ട് നമ്മൾ മനുഷ്യന്റെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആളുണ്ടായിരുന്നെങ്കിൽ ആ 42 വർഷം മുമ്പ് നമ്മളും ഗുഹയിലാണ് ജീവിച്ചിരുന്നത്. അപ്പൊ നമ്മളും മരത്തേലാണ് ജീവിച്ചിരുന്നത്. മരത്തേല് നമ്മൾ മരം വരയ്ക്കാനുള്ള കഴിവുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പണിയല്ലേ? ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവിടെ മരത്തേലെ ട്രീ ഹൗസ് ഉണ്ടാക്കി ആ ട്രീ ഹൗസിലാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പൊ കീ പോയെന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം എവല്യൂഷൻ മാറിയത് ബയോളജിക്കലി നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു ഹ്യൂമൻ ഷേപ്പിലേക്ക് എത്തി. ആ ഹ്യൂമൻ ലെവലിൽ എത്തി കഴിഞ്ഞ ശേഷം നമ്മുടെ എവല്യൂഷൻ സൈക്കോളജിക്കൽ എവല്യൂഷൻ ആയിരുന്നു. അപ്പൊ ആ സൈക്കോളജിക്കൽ എവല്യൂഷൻ നമുക്ക് ഉണ്ടായപ്പോൾ എന്താ സിറ്റുവേഷൻ? ഗുഹയിൽ ജീവിച്ചിരുന്ന മനുഷ്യർ നമ്മള് ഇപ്പൊ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മള് ഇൻസ്റ്റഗ്രാമിൽ ജീവിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ ഇൻസ്റ്റഗ്രാം നമ്മൾ മോഡൽസിനെ കണ്ട് അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മൾ വളരാൻ പറ്റി. വളരെ മേജർ ആയിട്ടുള്ള അപ്ഗ്രേഡ് ആണ്. പക്ഷെ ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഗുഹയിൽ നിന്ന് മാറി നമ്മൾ ബിൽഡിങ്ങിലേക്കായി സ്പേസ് ആയി അവസാനം നമ്മൾ ഫോണിൽ ജീവിക്കുന്ന സിറ്റുവേഷനിലേക്ക് എത്തി. അത് വളർച്ചയോ തളർച്ചയോ അത് നിങ്ങളുടെ ഡിസിഷനാണ്. അപ്പൊ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ വളർന്നതിനുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫാക്കൽറ്റി എന്താണെന്ന് വെച്ചാൽ ഇമാജിനേഷൻ ആണ്. ഇതുകൊണ്ടാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത് ഇമാജിനേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ നോളജ് എന്ന്. കാരണം നോളജിലൂടെ നമുക്ക് ഒരു പരിധി വരെ എത്താൻ പറ്റുള്ളൂ, ഇമാജിനേഷനിലൂടെയാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. ഈ ഇമാജിനേഷൻ അപ്ലൈഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് ഇന്നോവേഷൻ എന്ന് പറഞ്ഞേക്കുന്നത്. അതായത് നമ്മുടെ പ്രോസ്പെക്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ എക്സ്പീരിയൻസ് ബെറ്റർ ആക്കാനായിട്ട് നമ്മുടെ മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉപയോഗിച്ച്, മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞേക്കുന്നത് നമ്മുടെ ഫ്രണ്ടിലുള്ള ബ്രെയിൻ ആണ് അല്ലെ, ഫ്രണ്ടിലുള്ള ബ്രെയിൻ ഉപയോഗിച്ച് നമ്മൾ എംപതി ഉപയോഗിച്ച്
എമ്പതി ഉപയോഗിച്ച് നമ്മൾ അവർക്ക് ഇപ്പോൾ ഉള്ള കൺവീനിയൻസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കൺവീനിയൻസ് ഉണ്ടാക്കി കൊടുക്കലാണ് ഇന്നോവേഷൻ. ഫോർ എക്സാമ്പിൾ, ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞേക്കുന്ന ഒരു കമ്പനി ആയിരുന്നു നമ്മളുടെ വീഡിയോ റെന്റിങ് വീഡിയോ കാസറ്റ് റെന്റിങ് പരിപാടി മുഴുവൻ ചെയ്തിരുന്നത്. ആ കാസറ്റ് റെന്റിങ് കമ്പനിയിൽ നമ്മളുടെ ചലഞ്ച് എന്താണ്? ഇനി പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉപയോഗിച്ച് മാത്രം ഈ ഐഡിയ നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. അതായത് എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ചോളം ഒരാൾ വണ്ടിയെ കയറണം, വണ്ടിയിലോട്ട് പോകണം, ഉടുപ്പെടുത്തിടണം. ഫസ്റ്റ് ഓഫ് ഓൾ ഉടുപ്പെടുത്തിട്ടിട്ട് ഈ പറഞ്ഞ പോലെ വണ്ടിയെ കയറണം, വണ്ടിയെ കയറിയിട്ട് ഗിയർ മാറണം, ആ ഗിയർ മാറി വണ്ടി സ്റ്റാർട്ടാക്കി അവിടെ പോകണം, ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞ കടയിൽ പോയി ലൈൻ നിൽക്കണം. ആ ലൈൻ നിൽക്കണം. അമേരിക്കയിൽ ഇതായിരുന്നു. നിങ്ങളുടെ അവിടെ സൈബർഗ് എന്ന് പറഞ്ഞേക്കുന്ന അലക്സിന്റെ കടയായിരിക്കും നിങ്ങളുടെ അവിടെ ഉള്ളത്. പക്ഷെ ഐഡിയ സെയിം തന്നെയാണ്. നിങ്ങളെ സംബന്ധിച്ച് അവിടെ പോയി ലൈനെ നിൽക്കുവാണ്. ആ ലൈനെ നിന്ന് കുറേ ലൈനിൽ നിന്ന് ഇത്ര നേരം ലൈനെ നിൽക്കുക. പക്ഷെ നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല, കാരണം നിങ്ങൾക്ക് സിനിമ കാണണം, റാംബോ കാണണം ഒക്കെ. അത് റാംബോ കാണാനായിട്ട് നിങ്ങൾ ചെന്നേക്കുന്നത്. അവിടെ പോയി ലൈനെ നിന്നു, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് റാംബോ ഇല്ല. എന്നാലും നിങ്ങൾ വിചാരിക്കുക എന്നാ പറയുക നമുക്ക് ടെർമിനേറ്റർ കാണാം നമ്മൾ വിചാരിച്ചു. അതിനകത്ത് നല്ല സീനൊക്കെ ഉണ്ട്. നമ്മള് ഈ പറഞ്ഞ അർണോൾഡ് ഷ്വാസ്നഗർ സ്ട്രോങ് ആയിട്ട് വരുന്ന, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ അത് ഞാൻ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ അത് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞപ്പോൾ തന്നെ ഈ കാസറ്റ് നമുക്ക് കിട്ടി. ആ കാസറ്റ് നോക്കിയപ്പോൾ അത് പൂപ്പലാണ്. അപ്പൊ അലക്സ് അവിടെ നിന്നിട്ട് ആ പൂപ്പൽ മാറ്റി ക്ലീനപ്പ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ടുമ്പോൾ ഇത് റിവൈൻഡഡ് അല്ല. നമ്മൾ അതിനെ റിവൈൻഡ് ചെയ്യണം. വീട്ടിൽ ഡ്രൈവ് ചെയ്ത് വരണം, തിരിച്ചെത്തി റിവൈൻഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി നമ്മൾ വീട്ടിലെത്തി. നമ്മളിതെല്ലാം കണ്ടു കുറച്ച് കഴിയുമ്പോൾ ഗ്രെയിൻസ് ഉണ്ട്. അതിനുവേണ്ടി നമ്മൾ എണ്ണയോ വേറെ ഏതാണ്ട് സാധനമൊക്കെ ഇട്ടിട്ട് നമ്മൾ എണ്ണ ഇട്ടാന്ന് വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളത് റിവൈൻഡ് ചെയ്യണം. അല്ലെങ്കിൽ അലക്സിന് ഇഷ്ടപ്പെടുകയില്ല. കാര്യം ഇങ്ങോട്ട് റിവൈൻഡ് ചെയ്തിട്ടല്ല കിട്ടിയത്, പക്ഷെ അങ്ങോട്ട് റിവൈൻഡ് ചെയ്തേ നമുക്ക് കാസറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കാസറ്റ് നമ്മൾ തിരിച്ചു കൊണ്ടേ കൊടുക്കാനായിട്ട് നമ്മൾ 2-3 ദിവസം താമസിച്ചു പോയി. അപ്പോൾ നമ്മൾ 25 രൂപ ഫൈനും കൊടുത്തു. ഇങ്ങനെ കൊണ്ടുപോയി $40 ഫൈൻ കൊടുത്ത ഒരു മനുഷ്യന്റെ പേരാണ് റീഡ് ഹേസ്റ്റിംഗ്. അപ്പൊ റീഡ് ഹേസ്റ്റിംഗ് $40 ഫൈൻ കൊടുത്തു. അപ്പോളോ 13 എന്ന് പറഞ്ഞേക്കുന്ന ഒരു മൂവി ലേറ്റ് ആയിട്ട്. അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ ജിമ്മിലേക്ക് പോവുകയാണ്. പുള്ളിയുടെ എങ്ങനെയാണ് പുള്ളി പോകുന്നത്? ജിമ്മിലേക്ക് പോകുമ്പോൾ പുള്ളിയുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എടുത്തോണ്ടാണ് പോകുന്നത്. ഇത് ഒരു പുരുഷനായതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് പുരുഷനായിട്ട് പുള്ളിക്കാരനെ ഇതാക്കാം. അപ്പൊ എന്നിട്ട് ഇപ്പൊ നമ്മുടെ പുരുഷനായിട്ടുള്ള റീഡ് ഹേസ്റ്റിംഗ് മാത്രമല്ല ആ തല വരച്ച് ഒരു പരുവായി. അതുകൊണ്ട് റീഡ് ഹേസ്റ്റിങ്ങിന്റെ തല നമുക്ക് എടുക്കാം. നമ്മുടെ റീഡ് ഹേസ്റ്റിങ് ആളുടെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ചുമന്നുകൊണ്ട് ഇങ്ങനെ തല വെച്ച് ഇങ്ങനെ ചോന്നി പുള്ളിക്കാരന് എങ്ങോട്ട് പോവാണ്? ജിമ്മിലേക്ക് പോവാണ്. പുള്ളി ജിമ്മിലേക്ക് പോകുന്ന സമയത്ത് പുള്ളിക്കാരന് അസോസിയേഷൻ ഉണ്ടായി. ചിന്തകളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റി. ബ്ലോക്ക് ബസ്റ്ററിൽ ഞാൻ എങ്ങോട്ടാണ്? ജിമ്മിലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, അപ്പൊ ബ്ലോക്ക് ബസ്റ്ററും ജിമ്മും തമ്മിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇതും എന്താണ്? മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ ഫംഗ്ഷനാണ്. അപ്പൊ ഈ ഫംഗ്ഷൻ ഉപയോഗിച്ച് പുള്ളിക്കാരന് പെട്ടെന്ന് ആലോചിച്ചു, ഇപ്പൊ ബ്ലോക്ക് ബസ്റ്ററിൽ എനിക്ക് മൂവിക്ക് ഞാൻ എത്ര $5 റെന്റ് കൊടുക്കും, പക്ഷെ $40 ഫൈൻ കൊടുത്തു. $45 എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഭാര്യയോട് ഇനി എന്നാ എന്ന് പറയും. ഭാര്യ പറയും, ഇനി ഇയാൾ എപ്പോഴും പൈസ കൊണ്ട് കളഞ്ഞോണ്ടിരിക്കുക, ഇത്ര മാസം താമസിക്കേണ്ട കാര്യമുണ്ട്, സമയത്ത് കൊടുക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞ, ഇതെല്ലാം കേൾക്കണം. അപ്പൊ ഈ കേൾക്കുന്ന സിറ്റുവേഷൻ ഒഴിവാക്കുന്നതിനെ കുറിച്ചുള്ള പെയിന് പുള്ളിയുടെ ബ്രെയിനിനെ ആക്ടിവേറ്റ് ചെയ്തു. പുള്ളിക്കാരുടെ അമിഗ്ഡലിനെ ചെറിയ രീതിയിൽ ആക്ടിവേറ്റ് ചെയ്തു. ഈ ആക്ടിവേഷനുമായിട്ട് പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ചുമന്ന്, പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എവിടെയാണ് ഇരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നത്. ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സും ചുമന്ന് പുള്ളിക്കാരൻ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ജിമ്മിലോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിച്ചത്? ഇതിനെക്കുറിച്ച് ന്യൂമറസ് ആയിട്ടുള്ള ഇതുപോലെ എക്സാമ്പിൾസ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നല്ല, പല സമയത്തായിട്ട് കാണിച്ചു തരാം. കാരണം നമ്മൾ ബ്രെയിന് ബിസിനസ്സിൽ എങ്ങനെ യൂസ് ചെയ്യാം, ബ്രെയിനും ബിസിനസ്സും തമ്മിലുള്ള കണക്ഷൻ എങ്ങനെയാണെന്നതിനെക്കുറിച്ച് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള പുതിയൊരു ലോകം ഓപ്പൺ ആയിട്ടുണ്ട്. ആ ലോകത്തിന് റിവീൽഡ് അല്ല, അത് നിങ്ങൾക്ക് റിവീൽ ചെയ്ത് തരാനായിട്ടാണ് ഞാൻ ഈ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ ജേർണി വളരെ ഷോർട്ടറായിട്ട്, ബിസിനസ് ഗ്രോത്തിലേക്കുള്ള ജേർണി വളരെ പെട്ടെന്ന് എത്താനായിട്ട്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഈ പ്രീഫ്രണ്ടൽ കോർട്ടെക്സുമായിട്ട് പുള്ളി ജിമ്മിലോട്ട് പോകുമ്പോൾ പുള്ളി റിയലൈസ് ചെയ്ത കാര്യം വെച്ചാൽ ജിമ്മിൽ $15 കൊടുത്താൽ ഫുൾ ടൈം വർക്കൗട്ട് ചെയ്യാം, 30 ഡേയ്സിലും വർക്കൗട്ട് ചെയ്യാം. ഇതാണ് അസോസിയേറ്റീവ് തിങ്കിങ്. $5 ഞാനിത് കൊടുക്കാം, ജിമ്മിൽ പോയാൽ $15 ഇൻഫിനിറ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യാം. എന്തോരം വർക്കൗട്ട് ചെയ്യാം? ഇൻഫിനിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. എഗെയിൻ, ഇത് കോഴിക്കോ പോത്തിനോ പശുവിനോ ചെയ്യാൻ പറ്റുമല്ല. കാരണം അവർക്ക് എന്തില്ല? മിഡ് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഇല്ല. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു അസോസിയേഷൻ, ഇതുപോലെ ഡീപ്പ് ലെവൽ അസോസിയേഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ പുള്ളിക്കാരൻ ചിന്തിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് ആൾക്കാർക്ക് സിനിമ കാണാനൊരു സൗകര്യം ഉണ്ടാക്കിയാൽ എന്ത് പറ്റുമോ? അപ്പൊ ഇതിനൊരു പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, പുള്ളിക്കാരന്റെ സ്കിൽ സെറ്റ് ഉണ്ട്.
അപ്പൊ പുള്ളിക്കാരന് ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്തിനു വേണ്ടി? പുള്ളി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിരുന്നു. അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയതുകൊണ്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് ആ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലൂടെ ആൾക്കാർക്ക് ഇൻഫിനിറ്റ് ആയിട്ട് മൂവി വാച്ച് ചെയ്യാനായിട്ടുള്ള സൗകര്യം ഉണ്ടാക്കണം. അപ്പൊ ഇന്റർനെറ്റിന്റെ സ്പീഡില്ല, ഇത് 90s-ലാണ്. ഇന്റർനെറ്റിന്റെ സ്പീഡ് വളരെ ലോ ആണ്. ഈ പറഞ്ഞാൽ നമ്മൾ ടെലിഫോണിലൂടെയാണ് അന്നേരം നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്ന. ടെലിഫോൺ ഊരി കുത്തിയിട്ട് എന്ന് പറഞ്ഞ സൗണ്ടൊക്കെ കേൾപ്പിച്ചിട്ട് ഇന്റർനെറ്റ് കുത്തുന്ന കാലം അറിയാവുന്ന ആൾക്കാർക്ക് അറിയാം. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ, ടെലിഫോണിലെ സ്പീഡ് ഇല്ലാത്തതുകൊണ്ട് പുള്ളി വിചാരിച്ചു, ഒരു പണിയാം, നമുക്ക് ആദ്യം CD-കൾ ആൾക്കാരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പുള്ളി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. ആ വെബ്സൈറ്റിലൂടെ പുള്ളി എന്ത് പറഞ്ഞു, നമ്മളെ സംബന്ധിച്ചുള്ള പുള്ളി ആളുകൾക്ക് CD അയച്ചു കൊടുക്കും. ആൾക്കാരുടെ വീട്ടിൽ, അമേരിക്കയിലുള്ള ആൾക്കാരുടെ വീടുകളിൽ CD അയച്ചു കിട്ടും. അപ്പൊ ആ CD ആൾക്കാരെ തിരിച്ച് പോസ്റ്റൽ സർവീസ് വഴിയാണ് അയക്കുന്നത്. US പോസ്റ്റൽ സർവീസ്, USPS എന്ന് പറഞ്ഞൊരു അമേരിക്കയിലെ പോസ്റ്റൽ സർവീസ് എന്ന് പറയുന്ന പേരാണ് USPS. അപ്പൊ USPS വഴി ഇത് തിരിച്ച് അയച്ചു കൊടുക്കുവാണ്. USPS ഇത് സ്കാൻ ചെയ്യുവാണ്. അതായത് അവരുടെ ഇതിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് മനസ്സിലായി ഈ CD ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പൊ അവർ അടുത്ത CD അയച്ചു കൊടുക്കും. പിന്നെ അടുത്ത CD പോന്നിട്ടുണ്ട്, അടുത്ത CD അയച്ചു കൊടുക്കും. അപ്പൊ നല്ല എഫിഷ്യന്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിടത്തും ഇറങ്ങാതെ, വീടിന് പുറത്തിറങ്ങാതെ, വീട്ടിൽ ഇരുന്ന് തന്നെ അവരെ സംബന്ധിച്ചോളം അവർക്ക് ഒരു CD ഒരു പൈസയും കൂടുതലില്ലാതെ, അന്ന് എത്രയോ 899 അല്ല 799, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 799 ആണ്. 799 ഇങ്ങനെ CD അയച്ചു കിട്ടും. അപ്പൊ അങ്ങനെ മുന്നോട്ട് പോയി. ഞാൻ തുടങ്ങിയപ്പോഴത്തേന് കുറച്ചുകൂടെ കാലം കഴിഞ്ഞു. 2006-ലോ 2007-ലോ മറ്റോ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ 2007 ആയപ്പോഴത്തേന് ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടി തുടങ്ങി. ഇന്റർനെറ്റിന് 1 ഡോട്ട് എന്നുള്ള, 2 ഡോട്ട് എന്നുള്ള, 3 ഡോട്ട് എന്നുള്ള, 4 ഡോട്ട് നമ്മുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂടിക്കൂടി വന്നു. അപ്പൊ ഈ സ്പീഡ് കൂടിക്കൂടി വന്നപ്പോൾ ബേസിക്കലി അവർ പറഞ്ഞു, ഒരു പണിയാ, നിങ്ങൾക്ക് ആ സ്പീഡ് കൂടുന്നതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ CD നിങ്ങൾക്ക് കിട്ടും. അതുകൂടാതെ വേറെ $8 കൂടെ, വേറെ 799 നിങ്ങൾ സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട്, നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ഈ പറഞ്ഞ രീതിയിൽ ഈ സാധനങ്ങളെല്ലാം കാണാം, ഈ കാണാനുള്ള സൗകര്യം ഉണ്ടാക്കാം. അപ്പൊ ഈ ചിന്തകളിലേക്കുള്ള എവല്യൂഷനിൽ പുള്ളിക്കാരന് മറ്റേ കമ്പനിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മറ്റേ കമ്പനി എന്താണ്, ബ്ലോക്ക് ബസ്റ്ററിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ബ്ലോക്ക് ബസ്റ്ററെ, നിങ്ങളുടെ കമ്പനി, എനിക്ക് ഇച്ചിരി പൈസയ്ക്ക് ടൈറ്റാണ്, ഈ പറഞ്ഞ പോലെ എനിക്ക് ഇച്ചിരി പൈസ തരാമോ? 50 മില്യൺ തരുവാണെങ്കിൽ ഞാൻ ഇതുമായിട്ട് കുറേ നാളായിട്ട് നടക്കുവാണ്. അപ്പൊ പുള്ളിക്കാരന് CD വിൽക്കുന്ന കമ്പനിയാണ്, $50 മില്യൺ തരുവാണ്, നിങ്ങൾക്ക് ഈ കമ്പനി ഞാൻ മൊത്തമായിട്ട് തന്നേക്കാം. പുള്ളിയെ സംബന്ധിച്ചുള്ള ഒരു ഡെവലപ്പറാണ്. ഒരു ഡെവലപ്പർ സാധാരണ $50,000, $60,000, $70,000 ഉണ്ടാക്കുള്ളൂ. അപ്പൊ അല്ലെ മാക്സിമം $1 ലക്ഷം, അത് താഴെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ആ ഡെവലപ്പർ എന്ന രീതിയിൽ പുള്ളിക്കാരന് ഈ പറഞ്ഞ $50 മില്യൺ തരാമെന്ന് ബ്ലോക്ക് ബസ്റ്ററിനോട് പറഞ്ഞു. ബ്ലോക്ക് ബസ്റ്ററിന് പ്രീഫണ്ടർ കോർട്ടെക്സ് ഉപയോഗിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചോളം അവരുടെ ഭയങ്കര വലിയ ജയന്റ് ആണ്, എനിക്ക് നിങ്ങളുടെ ഒന്നും ആവശ്യമില്ല എന്ന ലെവലുള്ള ചിന്തയിൽ അവർ ലോവർ ലെവൽ ഓഫ് ബ്രെയിൻ ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അവർ ചെറിയ രീതിയിൽ എക്സസ് പ്രൈഡ് ആയിരുന്നു. അവരെ സംബന്ധിച്ചുള്ള അവർ കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്തില്ല, അവർ സെൽഫ് ഫോക്കസ്ഡ് ആയിരുന്നു. അവർ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് പറഞ്ഞു, അവർ പറഞ്ഞു, നിങ്ങളുടെ സാധനമൊന്നും എനിക്ക് വേണ്ട, ഞങ്ങൾ വലിയ കോർപ്പറേറ്റ് ജയന്റ് ആണ്, നിങ്ങളുടെ സാധനമൊന്നും ആവശ്യമില്ല, ഞങ്ങൾ $10 ബില്യൺ കമ്പനിയാണ്. അതായത് 50 മില്യൺ ചോദിച്ച സിറ്റുവേഷനിൽ $10 ബില്യൺ കമ്പനിയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 60,000 കോടി രൂപയുടെ കമ്പനിയാണ്, 60,000 രൂപ വാല്യൂ ഉള്ള കമ്പനിയാണ്. നിങ്ങളുടെ ഈ ഊള കമ്പനി എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവർ പൊക്കോളാൻ പറഞ്ഞു. പൊക്കോളാൻ പറഞ്ഞ ആളുടെ പേരാണ് റീഡ് ഹേസ്റ്റിംഗ്. അയാൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ് നെറ്റ്ഫ്ലിക്സ്. ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ കമ്പനി പിൽക്കാലത്ത് $400 ബില്യൺ കമ്പനിയായി മാറി. 40 ഇരട്ടി ആരുടെ? ബ്ലോക്ക് ബസ്റ്ററിന്റെ 40 ഇരട്ടി വലിയ കമ്പനിയായി മാറി. ബ്ലോക്ക് ബസ്റ്റർ ഇല്ലാതായി പോയി. ഓക്കെ, ഇതാണ് ബ്രെയിന് നിങ്ങളുടെ ബിസിനസ്സിൽ ഉപയോഗിക്കേണ്ട ഒരു പ്രാധാന്യം. ഇപ്പൊ ബിസിനസ്സിൽ നെക്സ്റ്റ് ലെവലിലേക്ക് ഗ്രോ ചെയ്യുന്ന ആൾക്കാര് ബ്രെയിൻ ആൻഡ് ബിസിനസ് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. അവരെ അടുത്ത ലെവലിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഇത് ഒരു തുടക്കം മാത്രമാണ്. ബ്രെയിനാണ് നിങ്ങളുടെ ബിസിനസ്സിൽ മണി ഉണ്ടാക്കുന്നത്. അപ്പൊ ബ്രെയിനും ബിസിനസ്സും നിങ്ങൾ മനസ്സിലാക്കുവാണെങ്കിൽ, മാസ്റ്റർ ചെയ്യുവാണെങ്കിൽ, ഇത് നിങ്ങളെ സംബന്ധിച്ചോളം ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുക. ബ്രെയിൻ ആൻഡ് ബിസിനസിനെ കുറിച്ച് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞു, ഒരുപാട് ഡയമെൻഷനിൽ നിന്ന് പോയി, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓരോ ഏരിയകളിലും ബ്രെയിനെ സംബന്ധിച്ചോളം ഫാസിനേറ്റിംഗ് ആയിട്ടൊരു സ്പേസ് ആണ്. ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല. അമിഗ്ഡലയും പ്രീഫ്രണ്ടൽ കോർട്ടെക്സും തമ്മിലുള്ള വഴക്കുണ്ട്, അവർ തമ്മിലുള്ള യുദ്ധമുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ അമിഗ്ഡല ഹാൻഡിൽ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊരു കാര്യം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ, നിങ്ങളുടെ ഗ്രീഡ് ഇവിടെ നിന്നാണ് വരുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചോളം
നിങ്ങളെ സംബന്ധിച്ചോളം ബേസിക്കലി ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീഡ് ബേസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാനുള്ള ആഗ്രഹം നിങ്ങളുടെ ഈ ലോവർ ആൻഡ് ബ്രെയിനിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ ഉപയോഗിക്കണം നമ്മുടെ ഇതിനു വേണ്ടി. ഞാൻ കുറച്ചുകൂടെ ഡീപ്പറായിട്ട് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു അവസരത്തിൽ പറയാം. അപ്പൊ നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് ചാറ്റിലിടുക. ഇത് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ് ബ്രെയിൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇത് മാസ്റ്റർ ചെയ്താലാണ്, ബ്രെയിൻ ആൻഡ് ബിസിനസ് മാസ്റ്റർ ചെയ്താലാണ് നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. അല്ലാതെ കുറെ ടെക്നിക്കുകൾ പഠിച്ചതുകൊണ്ടും കുറെ ഇതായിട്ടുള്ള കുറെ മറ്റുള്ളവരെ പറ്റിക്കാനുള്ള കുറെ വഴികൾ പഠിച്ചുകൊണ്ടൊന്നും നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നില്ല. ട്രൂലി നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ബ്രെയിനിനെ മാസ്റ്റർ ചെയ്യുക. കാരണം മങ്കികളായിട്ടുള്ള ആൾക്കാർ ബില്യനേഴ്സ് ആകാറില്ല, അവർ 100 കോടി രൂപയുടെ ബിസിനസ്സിൽ എത്താറില്ല, മനുഷ്യരെ എത്താറുള്ളൂ. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിൻ ആണ്. ഓരോ ബ്രെയിൻ പാർട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമ്മൾ ഏറ്റവും ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനിനെ യൂസ് ചെയ്യാനായിട്ട്, ഫ്രണ്ട് ഏരിയ ഓഫ് ബ്രെയിനെ യൂസ് ചെയ്യാനായിട്ട് മെഡിറ്റേഷൻസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. മലയാളികളായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വേണം എടുത്ത് ഉപയോഗിക്കാം. സെയിൽസ് ബ്രെയിൻ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ട്രെയിനിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. മാർക്കറ്റിംഗ് ബ്രെയിൻ ഉപയോഗിച്ച് ചെയ്യാം, അതിനെക്കുറിച്ച് ഒരുപാട് ട്രെയിനിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കാം. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാനായിട്ട് ബ്രെയിൻ എങ്ങനെ യൂസ് ചെയ്യാം, ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യം നിങ്ങൾ മാസ്റ്റർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ബിസിനസ്സിനെ മാസ്റ്റർ ചെയ്തു. നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ എത്ര വലിയ ബിസിനസ്, 1000 കോടിയുടെ ഒരു ബില്യനർ ആകുമോ എന്നൊന്നും എനിക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അറിയത്തുമില്ല. അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ തന്നെ കമ്പനികൾ 25 കോടി രൂപ വരെ വാല്യുവേഷൻ ഉണ്ടാക്കാനായിട്ട് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനികൾക്ക് പറ്റിയിട്ടുണ്ട്. ഈ മെത്തഡോളജീസ് ഉപയോഗിച്ച് എൻ്റെ ക്ലയൻസിന് 1000, 1500 കോടി തൊട്ട് മുകളിലേക്ക് വാല്യുവേഷൻ ഉണ്ടാക്കാനായിട്ട് ഇതിലൂടെ പറ്റിയിട്ടുണ്ട്. $1 ബില്യൺ കൂടുതൽ വാല്യൂ നമ്മളുടെ വർക്കിലൂടെ ലോകത്തിലുള്ള ആൾക്കാർ, എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള ആൾക്കാർ മൾട്ടിപ്പിൾ ലെവലിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യട്ടെ. സീ നെക്സ്റ്റ് ടൈം.